ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മെത്തഡ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കുറാട്ടോസ്കീസ് തിയറമാണ്. ഓക്കെ, അപ്പോൾ തിയറത്തിൻ്റെ ഐഡിയ ഇതാണ്. തിയറം: എ ഗ്രാഫ് ഈസ് പ്ലാനാർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് നോ സബ് ഡിവിഷൻ ഓഫ് K5 ഓർ K33. ഓക്കെ, ഒരു ഗ്രാഫ് പ്ലാനാർ ഗ്രാഫ് ആണെങ്കിൽ ഓക്കെ അതിലെന്തുണ്ടാവില്ല, K5-ൻ്റെയോ K33-യുടെ സബ് ഡിവിഷൻ ഉണ്ടാവില്ല. അതേപോലെ നമുക്ക് എന്ത് പറയാം, K5-ൻ്റെയോ K33-യുടെ സബ് ഡിവിഷന് ഒരു ഗ്രാഫിൽ ഇല്ല എങ്കിൽ അതെന്തായിരിക്കും, ആ ഗ്രാഫ് പ്ലാനാർ ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഗ്രാഫ് എന്താണ് പ്ലാനാർ നോൺ പ്ലാനാർ ഒക്കെ നമുക്കറിയാം. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ നമുക്ക് K4 ഉണ്ട്. ഓക്കെ, 4 വേർട്ടക്സ് ഉണ്ട്. ഓക്കെ, എല്ലാ വേർട്ടക്സും പരസ്പരം കണക്റ്റഡ് ആണ്. ഓക്കെ, ഈ ഗ്രാഫാണല്ലോ K4. ഓക്കെ, ഇതിൽ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഈ 2 വേർട്ടക്സ് തമ്മിൽ, ഈ 2 റെഡ് വേർട്ടക്സ് തമ്മിൽ ക്രോസ് ചെയ്യുന്നുണ്ട്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യാതെ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ നോക്കാം. സോ നമ്മളെന്ത് ചെയ്തു, ഗ്രാഫിൽ K4-ൻ്റെ 2 എഡ്ജസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റെഡ് എഡ്ജസ് ഞാൻ അതിൽ വരച്ചതിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ എഡ്ജസ് ഇൻ്റർസെക്റ്റ് ചെയ്യാതെ നമുക്ക് വരയ്ക്കാൻ പറ്റും നോക്കാം. നമ്മളെന്ത് ചെയ്യുന്നു, ഈ രീതിയിൽ വരച്ചു. ഇപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് K4 തന്നെയാണ്. ഓക്കെ, ഓരോ വേർട്ടക്സിലേക്കും 3 എഡ്ജസ് വരുന്നുണ്ട്. ഓക്കെ, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. പക്ഷേ ഒരു എഡ്ജസ് പോലും എന്ത് ചെയ്യുന്നില്ല, ക്രോസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ കേസിൽ ഇതെന്താണ്, ഒരു പ്ലാനാർ ഗ്രാഫാണ്. അതായത് ഒരു പ്ലെയിനിൽ നമുക്ക് എഡ്ജസ് ഇൻ്റർസെക്റ്റ് ചെയ്യാതെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രാഫാണിത് പ്ലാനാർ ഗ്രാഫ്. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റാത്ത ഗ്രാഫാണിത് നോൺ പ്ലാനാർ ഗ്രാഫ്. അപ്പോൾ കുറാട്ടോസ്കീസ് തിയറം പറയുന്നത് എന്താണ്, ഇത്തരത്തിലൊരു പ്ലാനാർ ഗ്രാഫ് എടുത്താൽ അതിലെന്തുണ്ടാവില്ല, K5-ൻ്റെയോ K33-യുടെ സബ് ഡിവിഷൻ ഉണ്ടാവില്ല. K5 എന്നുള്ള ഗ്രാഫ് ഏതാണ്, നിങ്ങൾ ഓർത്ത് വെക്കുക. K5 എന്നുള്ള ഗ്രാഫ് 5 വേർട്ടക്സ് ഉണ്ടായിരിക്കും. എല്ലാ വേർട്ടക്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരിക്കണം, കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ K5 എന്നുള്ള ഗ്രാഫ്. K33 ഏതാണ്, ഇതാണ് നമ്മുടെ K33 എന്നുള്ള ഗ്രാഫ്. ഓക്കെ, അപ്പോൾ K5-ൻ്റെയോ K33-യുടെയോ സബ് ഡിവിഷന് എന്തിലുണ്ടാവില്ല, നമ്മുടെ ഏതൊരു പ്ലാനാർ ഗ്രാഫിലും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഈ K5 ഒരു നോൺ പ്ലാനാർ ഗ്രാഫ് ആയിരിക്കും. അതേപോലെ K33 എന്തായിരിക്കും, നോൺ പ്ലാനാർ ഗ്രാഫ് ആയിരിക്കും. അതായത് ആ ഗ്രാഫിനെ പ്ലെയിനിൽ നമുക്ക് എഡ്ജസ് ഇൻ്റർസെക്റ്റ് ചെയ്യാതെ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, എങ്ങനെയായാലും അതിൻ്റെ എഡ്ജസ് എന്ത് ചെയ്യും, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും 2 എഡ്ജസ് എങ്കിലും എന്ത് ചെയ്യും, ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കും. ഓക്കെ, സോ ഇതാണ് കുറാട്ടോസ്കീസ് തിയറത്തിൻ്റെ ഒരു ഐഡിയ. ഓക്കെ, നമുക്ക് ഈ തിയറത്തിൻ്റെ നെസസറി പാർട്ടൊന്ന് പ്രൂവ് ചെയ്യാം. അതായത് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുക, ഗ്രാഫ് പ്ലാനാർ ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, ഗ്രാഫ് പ്ലാനാർ ആണെങ്കിൽ അതിന് എന്തുണ്ടാവില്ല, K5-ൻ്റെയോ K33-യുടെ സബ് ഡിവിഷൻ ഉണ്ടാവില്ല എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമ്മൾ ആദ്യം 2 ലെമ്മാസ് നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്ത് നോക്കാം. നമുക്കറിയാം, ഫസ്റ്റ് ലെമ്മ നോക്കാം. ഇഫ് G ഈസ് നോൺ പ്ലാനാർ ദെൻ എവറി സബ് ഡിവിഷൻ ഓഫ് G ഈസ് നോൺ പ്ലാനാർ. നമ്മളെ ഒരു ഗ്രാഫ് G നോൺ പ്ലാനാർ ഗ്രാഫ് ആണെങ്കിൽ അതിൻ്റെ ഏത് സബ് ഡിവിഷൻ എന്തായിരിക്കും, നോൺ പ്ലാനാർ ആയിരിക്കും. അതുപോലെ നമുക്ക് മറ്റൊരു ലെമ്മ കൂടിയുണ്ട്. ഇഫ് G ഈസ് പ്ലാനാർ then every subgraph of G is planar. G പ്ലാനാർ ഗ്രാഫ് ആണെങ്കിൽ അതിൻ്റെ ഏത് സബ് ഗ്രാഫ് എന്തായിരിക്കും, പ്ലാനാർ ആയിരിക്കും. ഇനി നമുക്ക് അറിയാവുന്ന 2 കാര്യമുണ്ട്. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു, K5-ഉം K33 എന്തല്ല, പ്ലാനാർ അല്ല. ദാറ്റ് മീൻസ് നോൺ പ്ലാനാർ ആണ്. എഡ്ജസ് എന്ത് ചെയ്യും, 2 എഡ്ജസ് ക്രോസ് ചെയ്യാതെ, അതായത് ഇൻ്റർസെക്റ്റ് ചെയ്യാതെ നമുക്ക് പ്ലെയിനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്ക് എന്ത് പറയാം, സിൻസ് K5 and K33 are non planar, we see from these 2 lemmas that if G is planar, then G cannot contain a subgraph of K5 or K33. K5 ഉം K33 എന്താണ്, നോൺ പ്ലാനാർ ആണ് നമുക്കറിയാം. ഓക്കെ,
ഇനി നമ്മളെ ഗ്രാഫ് പ്ലാനർ ആണെങ്കിൽ നമ്മൾ എന്താ അസ്യൂം ചെയ്യുക? നമുക്ക് കുറാട്ടോസ്കിസ് തിയറത്തിൻ്റെ നെസസറി പാർട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം എന്താ അസ്യൂം ചെയ്യുക? ജി പ്ലാനർ ആണെന്ന് അസ്യൂം ചെയ്യുക. പ്ലാനർ ആണെങ്കിൽ അതിൽ എന്തുണ്ടാവില്ല? K5ൻ്റെ K33യുടെ സബ് ഡിവിഷൻ ഉണ്ടാവില്ല. കാരണം എന്താണ്? പ്ലാനർ ഗ്രാഫിൻ്റെ ഏത് സബ് ഗ്രാഫും പ്ലാനർ ആയിരിക്കണം. പക്ഷേ K5ഉം K33 എന്തല്ല? പ്ലാനർ അല്ല. അതുകൊണ്ട് എന്തുണ്ടാവില്ല? അങ്ങനത്തെ ഒരു 2 സബ് ഡിവിഷൻ ജിക്ക് ഉണ്ടാവില്ല. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? ഗ്രാഫ് പ്ലാനർ ആണെങ്കിൽ അതിന് K5ൻ്റെ K33യുടെ സബ് ഡിവിഷൻ ഉണ്ടാവില്ല. ഓക്കെ, സോ നെസസറി പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് സഫീഷ്യൻറ്റ് പാർട്ട് പ്രൂവ് ചെയ്യണം. അതായത് K5ൻ്റെ K33യുടെ സബ് ഡിവിഷൻ ഇല്ലെങ്കിൽ ഗ്രാഫ് പ്ലാനർ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. അത് നമ്മൾ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സഫീഷ്യൻറ്റ് പാർട്ട് പ്രൂവ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ 1-2 നൊട്ടേഷൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, we shall find it convenient to adopt the following notation in the proof of Kuratowski's theorem. അതായത് തിയറത്തിൽ 1-2 നൊട്ടേഷൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. സപ്പോസ് ദാറ്റ് സി ഈസ് എ സൈക്കിൾ ഇൻ എ പ്ലെയിൻ ഗ്രാഫ്. പ്ലെയിൻ ഗ്രാഫിലുള്ളൊരു സൈക്കിളാണ് സി എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ, ദെൻ വി ക്യാൻ റിഗാർഡ് ദി 2 പോസിബിൾ ഓറിയൻറ്റേഷൻ ഓഫ് സി ആസ് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ സി എന്നുള്ള സൈക്കിളിലുള്ള 2 ഓറിയൻറ്റേഷൻ നമ്മൾ ഒന്നിന് ക്ലോക്ക് വൈസ് എന്നൊന്നിന് ജസ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്നും പറയാം. ഓക്കെ, ഇനി അതെന്താണെന്ന് നോക്കാം. ഫോർ എനി 2 വെർട്ടിസസ് യു ആൻഡ് വി ഓഫ് സി, വി ഷാൾ ഡിനോട്ട് ബൈ സി ഓഫ് യു വി ദി യു വി പാത്ത് വിച്ച് ഫോളോസ് ദി ക്ലോക്ക് വൈസ് ഓറിയൻറ്റേഷൻ ഓഫ് സി. ഓക്കെ, നമ്മൾ സി എന്നുള്ള പാത്തിലെ ഏത് 2 വെർട്ടിസസ് യു വി എടുത്താലും നമ്മൾ സി ഓഫ് യു വി എന്നത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? അത് യു മുതൽ വി വരെയുള്ള, അതായത് യു മുതൽ വി വരെയുള്ള ഈ വേർട്ടക്സിനെ കണക്ട് ചെയ്യുന്നൊരു പാത്താണ്. അത് ക്ലോക്ക് വൈസ് ഓറിയൻറ്റേഷനിലായിരിക്കണം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിളെങ്കിൽ ഇതാണ് നമ്മുടെ യു വി എങ്കിൽ യു മുതൽ വി വരെയുള്ള ഈ ഒരു പാത്ത്, ഓക്കെ, അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ഇതിനാണ് നമ്മൾ ഈ ഒരു നൊട്ടേഷൻ വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സിമിലർലി വി ഷാൾ യൂസ് ദി സിമ്പിൾസ് സി ഓഫ് യു വി ആൻഡ് സി ഓഫ് യു വി. അതിൻ്റെ ബ്രാക്കറ്റ്സ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലത് ഫുൾ ഹാഫ് ക്ലോസ്ഡ് ഹാഫ് ഓപ്പൺ ആണ്, ഹാഫ് ഓപ്പൺ ഹാഫ് ക്ലോസ്ഡ് ആണ്, രണ്ടും ഓപ്പൺ ആയിട്ടുള്ളുണ്ട്. ടു ഡിനോട്ട് ദി പാസ് സി ഓഫ് യു വി മൈനസ് യു, സി ഓഫ് യു വി മൈനസ് വി ആൻഡ് സി ഓഫ് യു വി മൈനസ് യു വി. ഓക്കെ, റെസ്പെക്റ്റീവ്ലി. അത് മീൻസ് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ സി ഓഫ് യു വി, നമ്മൾ യുവിൻ്റെ ഭാഗം ഓപ്പൺ ആണ്, വിൻ്റെ ഭാഗം ക്ലോസ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സി എന്നുള്ള പാത്ത്, ഓക്കെ, ഈ ക്ലോസ്ഡ് പാത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? യുവിനെ റിമൂവ് ചെയ്യുക. ഓക്കെ, ഇനി വിൻ്റെ ഭാഗത്താണ് ഓപ്പൺ ബ്രാക്കറ്റ് എങ്കിൽ അവിടുന്ന് വിനെ റിമൂവ് ചെയ്യുക. ഈ രീതിയിലാണ് അതിൻ്റെ ഒരു നൊട്ടേഷന്. ഓക്കെ, സോ ഇനി നമ്മൾ പ്രൂവ് ചെയ്യുന്നത് സഫീഷ്യൻറ്റ് പാർട്ടാണ്. സഫീഷ്യൻറ്റ് പാർട്ടിൻ്റെ പ്രൂഫാണ്. ഇത് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. സോ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? K5ൻ്റെ K33യുടെ സബ് ഡിവിഷൻ ഇല്ല എങ്കിൽ അത് പ്ലാനർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, പക്ഷെ നമ്മൾ എന്താ അസ്യൂം ചെയ്യുക? കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്യുക. ദാറ്റ് മീൻസ് ജി നോൺ പ്ലാനർ ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, സോ അസ്യൂം ദാറ്റ് G is non-planar. Assume that G is non-planar. Okay, and G does not contain a subdivision of
subdivision of K5 or K33. ഓക്കെ, അതായത് ജിയിൽ എന്ത് കണ്ടെയ്ൻഡ് അല്ല, K5ൻ്റെ K33യുടെ സബ്ഡിവിഷൻ കണ്ടെയ്ൻഡ് അല്ല എന്ന് പ്രൂവ് ചെയ്യുക. നമ്മൾ ജി നോൺ പ്ലാനാർ ആണെന്ന് എടുത്തിട്ട് മൂവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു കോൺട്രഡിക്ഷൻ കിട്ടും. കാരണം നമ്മൾ എന്താണ് അസ്യൂം ചെയ്തത്? നമുക്ക് പ്രൂവ് ചെയ്യുന്നതിൻ്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. സോ നമ്മൾ എന്തെങ്കിലും കോൺട്രഡിക്ഷനിൽ നമ്മൾ എത്തിച്ചേരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് അസ്യൂം ചെയ്യുക? ഓൾസോ അസ്യൂം ദാറ്റ് ഈസ് എ minimal non-planar graph. Is a minimal non-planar graph. Okay. So നമുക്ക് എന്താ പറയാം? മിനിമൽ എന്താണ് നോൺ പ്ലാനാർ ഗ്രാഫ് ആണെങ്കിൽ ജി എന്തായിരിക്കും? ജി സിമ്പിളും ആയിരിക്കും. എന്തായിരിക്കും? ജി 3 കണക്റ്റഡ് ആയിരിക്കും. ഇത് സിംപ്ലൈസ് ജി ഈസ് സിമ്പിൾ ആൻഡ് ജി ഈസ് 3 കണക്റ്റഡ് ആൻഡ് ജി ഈസ് 3 കണക്റ്റഡ്. അതിന് പറയാൻ റീസൺ ഉണ്ട്. നമ്മൾ ഈ മിനിമൽ നോൺ പ്ലാനർ ഗ്രാഫ് ആണെങ്കിൽ ജി സിമ്പിളും ജി 3 കണക്റ്റഡ് ആയിരിക്കും എന്ന് പറയാൻ റീസൺ ഉണ്ട്. നമ്മൾ പ്രീവിയസ് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ്. നമ്മൾ തൊട്ട് മുമ്പേ പ്രീവിയസ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ച ലെമ്മയാണ്. ലെറ്റ് ജി ബി എ നോൺ പ്ലാനാർ കണക്റ്റഡ് ഗ്രാഫ് ദാറ്റ് കണ്ടെയ്ൻസ് നോ സബ്ഡിവിഷൻ ഓഫ് K5 or K33 ഹാസ് ഫ്യൂ എഡ്ജസ് ആസ് പോസിബിൾ. ആസ് ഫ്യൂ എഡ്ജസ് ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? അത് സിമ്പിൾ ഗ്രാഫാണ്. ജി സിമ്പിൾ മീൻസ് ലൂപ്പ് ഒന്നുമില്ല. അതേപോലെ എന്തായിരിക്കും? മിനിമൽ ഗ്രാഫാണ്. ഓക്കെ, ഫ്യൂ എഡ്ജസിൻ്റെ മീനിങ് എന്താണ്? മിനിമൽ ഗ്രാഫാണ്. ജീസ് മിനിമൽ ഗ്രാഫാണ്. ഓക്കെ, അതുപോലെ എന്താണ്? ജി നോൺ പ്ലാനാർ ഗ്രാഫാണ്. മിനിമലാണ്, നോൺ പ്ലാനാർ ആണ്. അതുപോലെ എന്താണ്? K5ൻ്റെയോ K33യുടെ സബ്ഡിവിഷൻ ഇല്ല. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ജി ഡസ് നോട്ട് കണ്ടെയ്ൻ എ സബ്ഡിവിഷൻ ഓഫ് K5 or K33. അതുപോലെ എന്താണ്? ജി നോൺ പ്ലാനാർ ആണ്. ഇതെല്ലാം സാറ്റിസ്ഫൈ നമുക്ക് എന്ത് പറയാം ഈ ലെമ്മ വെച്ചിട്ട്? ദെൻ ജി ഈസ് സിമ്പിൾ ആൻഡ് 3 കണക്റ്റഡ്. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് പറഞ്ഞത്? ജി സിമ്പിൾ ആൻഡ് ജി 3 കണക്റ്റഡ് എന്ന് നമ്മൾ പറഞ്ഞത് ഈ ഒരു പ്രീവിയസ് ലെമ്മ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? യു വി എന്നുള്ള എന്താണ്? ജിയുടെ ഒരു എഡ്ജ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അസ്യൂം ദാറ്റ് ലെറ്റ് യു വി ബിലോങ്സ് ടു ആൻ എഡ്ജ് ഓഫ് ജി. ഓക്കെ, ജി എന്നുള്ള ഗ്രാഫിൻ്റെ എഡ്ജാണ് യു വി. അങ്ങനെയാണെങ്കിൽ ജി മൈനസ് യു വി. ഓക്കെ, ജി മൈനസ് യു വി ഈസ് പ്ലാനാർ ആയിരിക്കും. റീസൺ എന്താണ്? നമുക്കറിയാം ജി എന്താണ്? നോൺ പ്ലാനാർ ആണ്. സോ ജി മൈനസ് യു വി എന്തായിരിക്കും? പ്ലാനാർ ആയിരിക്കും. ഓക്കെ, നമ്മൾ എന്താ സീൻ ചെയ്യുക? ലെറ്റ് എച്ച് ബി എ പ്ലാനാർ എംബഡിങ്. എംബഡിങ് ഓഫ് ജി മൈനസ് യു വി. ഓക്കെ, ഇപ്പോൾ ജി മൈനസ് യു വി എന്നുള്ള ഈ പ്ലാനാർ ഗ്രാഫിൻ്റെ ഒരു പ്ലാനാർ എംബഡിങ് ആണ് ഇത് എച്ച് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, സിൻസ് ജി ഈസ് 3 കണക്റ്റഡ്, എച്ച് ഈസ് 2 കണക്റ്റഡ്. ഇനി നമുക്കറിയാം എന്ത്? അപ്പോൾ നമ്മൾ ജീൻ്റെ ഗ്രാഫിലുള്ള ഒരു എഡ്ജ് യു വി എടുത്തു. സോ ജി മൈനസ് യു വി പ്ലാനാർ ആയിരിക്കും. റീസൺ എന്താണ്? ജി നോൺ പ്ലാനാർ ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ജി മൈനസ് യു വി എന്നുള്ള പ്ലാനാർ ഗ്രാഫിൻ്റെ ഒരു പ്ലാനാർ എംബഡിങ് ആണ് എച്ച് എന്ന് എടുക്കുക. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു ജി സിമ്പിളും ആണ് 3 കണക്റ്റഡും ആണ്. സോ ജി 3 കണക്റ്റഡ് ആണെങ്കിൽ എച്ച് എന്തായിരിക്കും? 2 കണക്റ്റഡ് ആയിരിക്കും. റീസൺ എന്താണ്? ജി മൈനസ് യു വി എന്താണ്? പ്ലാനാർ ഗ്രാഫാണ്. ഓക്കെ, സോ എച്ച് എന്തായിരിക്കും? അത് 2 കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. നമ്മളൊരു എഡ്ജിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ജീനെ ഒരു എഡ്ജിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം എന്തായിരിക്കും? നമ്മുടെ ജി മൈനസ് യു വി എന്നുള്ള ഗ്രാഫ്, അതായത് അതിൻ്റെ പ്ലാനാർ എംബഡിങ് ആയിട്ടുള്ള എച്ച് എന്തായിരിക്കും? അത് 2 കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു കൊറോളറിയും കൂടെ നോക്കാം. ഓക്കെ, ഇഫ് ജി ഈസ് 2 കണക്റ്റഡ് then any 2 vertices of G lie on a common cycle. ഓക്കെ, എന്താണ് പറഞ്ഞത്?
ജി എന്താണ്? ഇഫ് ജി ഈസ് ടു കണക്റ്റഡ്, ജി എന്നുള്ള ഗ്രാഫ് ടു കണക്റ്റഡ് ആണെങ്കിൽ എനി ടു വേർട്ടീസസ് ഓഫ് ജിയുടെ ഏത് രണ്ട് വേർട്ടീസസ് എടുത്താലും ദാറ്റ് ഈസ് ലൈ ഓൺ എ കോമൺ സൈക്കിൾ, ഇതൊരു കോമൺ സൈക്കിൾ ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇവിടെ പറഞ്ഞ എന്താണ്? നമുക്ക് ഇവിടെ ലാസ്റ്റ് കിട്ടിയ എന്താണ്? എച്ച് ഈസ് ടു കണക്റ്റഡ് എന്ന് കിട്ടി. അപ്പോൾ എച്ച് ടു കണക്റ്റഡ് ആണ്. എച്ചിൻ്റെ ഏത് രണ്ട് വേർട്ടെക്സ് എടുത്താലും എന്തായിരിക്കും? അത് എന്തിലുണ്ടായിരിക്കും? ഒരു കോമൺ സൈക്കിൾ ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? ദെൻ ദർ എക്സിസ്റ്റ് എ cycle C on H such that or containing both U and V. സോ നമുക്ക് എന്ത് പറയാം? ഈ ഒരു കൊറോളർ വെച്ചിട്ട് സോ എച്ചിലൊരു സൈക്കിൾ സി ഉണ്ടായിരിക്കും, അതിൽ ഏത് നമ്മളെ യുനെയും വിനെയും കണ്ടെയ്ൻഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് വി ക്യാൻ ചൂസ് ദാറ്റ് and you can choose C in such a way that the number of edges in interior C, that means int C, is as large as possible. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ സീനെ ചൂസ് ചെയ്യാം? നമുക്ക് ഈ സൈക്കിള് സീനെ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം? എച്ചിൽ നമുക്ക് പറഞ്ഞത് എന്താണ്? അവിടെ ഒരു സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത് എച്ചിൽ. ഇനി ആ സൈക്കിളിന് എങ്ങനെ നമ്മളെങ്ങനെ ചൂസ് ചെയ്യാം? വി ക്യാൻ ചൂസ് C in such a way that the number of edges in interior C, that means C എന്നുള്ള സൈക്കിളിൻ്റെ ഇൻറ്റീരിയറുള്ള നമ്പർ ഓഫ് എഡ്ജസ് മാക്സിമം ആവുന്ന രീതിയിൽ, ആസ് ലാർജ് ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ മാക്സിമം ആവുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് C നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, നോക്കാം. സിൻസ് G is simple implies H is simple. G സിമ്പിളാണ്, നമുക്ക് എന്ത് പറയാം? എച്ച് സിമ്പിൾ ആയിരിക്കും. അതേപോലെ എച്ച് എന്താണ്? ആൻഡ് ടു കണക്റ്റഡ്. എച്ച് ഈസ് ഓൾസോ ടു കണക്റ്റഡ്. ഓക്കെ, സോ therefore we can say that each bridges of C in H must have at least two vertices of attachments. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? ഇവിടെ ജി എന്നുള്ള ഗ്രാഫ് സിമ്പിളാണ്, നമുക്ക് എന്ത് പറയാം? എച്ച് സിമ്പിളായിരിക്കും. ഓക്കെ, അതേപോലെ എച്ച് എന്തുവാണ്? ടു കണക്റ്റഡ് ഗ്രാഫുമാണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? നമ്മൾ എച്ചിൻ്റെ എച്ചിലെ സി എന്നുള്ള സൈക്കിളിലെ ഏത് ബ്രിഡ്ജ് എടുത്താലും, ഓക്കെ, any bridge of C in H that must have at least two vertices of attachments. അതിൽ എന്തുണ്ടായിരിക്കും? ഏറ്റവും ചുരുങ്ങിയത് 2 vertices of attachments ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കിയാൽ ഇതാണ് നമ്മുടെ സൈക്കിൾ സി. ഓക്കെ, ഇതാണ് നമ്മുടെ സൈക്കിൾ സി. ഓക്കെ, ഈ സൈക്കിളിൽ രണ്ട് വേർട്ടെക്സ് ആണ് ഇത് യു വി. ഓക്കെ, നമുക്ക് രണ്ട് വേർട്ടെക്സ് യു വി അവിടെ കാണാം. ഓക്കെ, ഇനി നമ്മൾ സൈക്കിളിലെ എച്ചിലൊരു സൈക്കിളാണ് ഇ സി. ഇനി അതിന് ഏറ്റവും ചുരുങ്ങിയത് എന്തുണ്ടായിരിക്കും? എപ്പോഴും രണ്ട് വേർട്ടെക്സ് ഓഫ് ടു വേർട്ടിസസ് ഓഫ് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ബ്രിഡ്ജ് ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഈ എക്സാമ്പിൾ ഈ ഒരു ഗ്രാഫിൽ ഇതെന്താണ്? ഇതൊരു ബ്രിഡ്ജാണ്. ഓക്കെ, ഇതൊരു ബ്രിഡ്ജാണ്. ഈ സൈക്കിള് നമ്മുടെ സൈക്കിൾ ഇതാണ്. ഈ സൈക്കിളിൻ്റെ ഒരു ബ്രിഡ്ജാണ് ഞാൻ ആ ബ്ലൂ ലൈനിൽ കൂടെ വരച്ചിട്ടുള്ളത്. അതിൻ്റെ രണ്ട് വേർട്ടിസസ് ഓഫ് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഒരു വേർട്ടിസസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഇതാണ്, മറ്റൊരു വേർട്ടിസസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ സപ്പോസ് നമുക്ക് എന്താണ് ഈ രീതിയിൽ ഇപ്പോൾ എക്സ്ട്രാ ഇപ്പോൾ ഇവിടെ ഒരു വേർട്ടെക്സ് ഉണ്ട്, എന്താണ് ഇതേപോലെ നമുക്ക് എന്തുണ്ട്?
ഇതേപോലെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഒരു പുതിയ ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കും അവിടെ? ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഇങ്ങനൊരു എന്താണ് ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വേർട്ടക്സ് ഇവിടെയുള്ള ഈ വേർട്ടക്സ് അത് കട്ട് വേർട്ടക്സ് ആയിട്ട് മാറും. ഓക്കെ, പക്ഷെ അത് പോസിബിൾ അല്ല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ എച്ചിൻ്റെ സിയിലുള്ള സൈക്കിളിലുള്ള ഏത് ബ്രിഡ്ജ് എടുത്താലും അതിന് എന്തുണ്ടായിരിക്കും? അറ്റ്ലീസ്റ്റ് 2 vertices ഓഫ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, നൗ all outer bridges of C in H must be 2 bridges that overlap the edge UV. ഓക്കെ, ഇനി നമ്മൾ സിയുടെ ഏത് ഔട്ടർ ബ്രിഡ്ജ് എടുത്താലും അതിലെന്തുണ്ടായിരിക്കും? അതെന്തായിരിക്കും? ഇപ്പോൾ ഒരു 2 ബ്രിഡ്ജ് ആയിരിക്കും. അതെന്തിനെ ഓവർലാപ്പ് ചെയ്യും? യു വി എന്നുള്ള എഡ്ജിനെ ഓവർലാപ്പ് ചെയ്യുന്ന ഒരു 2 ബ്രിഡ്ജ് ആയിരിക്കും ഇത് നമ്മുടെ എല്ലാ ഔട്ടർ ബ്രിഡ്ജും. ഓക്കെ, അപ്പോൾ നമ്മൾ എച്ചിലുള്ള സിയിലുള്ള ഏത് ഔട്ടർ ബ്രിഡ്ജ് എടുത്താലും അതെന്തായിരിക്കും? ഒരു 2 ബ്രിഡ്ജ് ആയിരിക്കും. ദാറ്റ് മീൻസ് 2 vertices ഓഫ് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ബ്രിഡ്ജ് ആയിരിക്കും. അത് എഡ്ജ് യു വിന് എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്യും. ഇപ്പം നമ്മുടെ ഈ എക്സാമ്പിൾ എന്തുണ്ട്? ഇതെന്താണ്? ഇത് ഒരു 2 vertices ഓഫ് അറ്റാച്ച്മെൻ്റ് ഉള്ള എന്താണ്? ഞാൻ ഇവിടെ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ 2 vertices എന്താണ്? ഇത് vertices ഓഫ് അറ്റാച്ച്മെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതെന്താണ്? നമുക്ക് ഈ ഒരു നെക്സ്റ്റ് എക്സാമ്പിൾ ചൂസ് ചെയ്യാം. ഇവിടെ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ സൈക്കിള്. ഓക്കെ, ഇതാണ് നമ്മുടെ സൈക്കിള്. അതിലൊരു 2 ബ്രിഡ്ജ് നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മുടെ 2 ബ്രിഡ്ജ്. ഓക്കെ, 2 vertices ഓഫ് അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ബ്രിഡ്ജ് നമുക്ക് കാണാം. ഓക്കെ, സോ എന്താണ്? അത് എച്ചിലെ സൈക്കിൾ സിയിലുള്ള ഒരു ഔട്ടർ ബ്രിഡ്ജാണ്. ഓക്കെ, സൈക്കിളിന് പുറത്തുള്ളൊരു ബ്രിഡ്ജാണ്. അതെന്താണ്? ഒരു 2 ബ്രിഡ്ജാണ്. അത് യു വി എന്നുള്ള എഡ്ജിന് എന്ത് ചെയ്യുന്നുണ്ട്? ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് ഓൾ ഔട്ടർ ബ്രിഡ്ജസ് ഓഫ് സി മസ്റ്റ് ബി 2 bridges ദാറ്റ് ഓവർലാപ്പ് യു വി. ഓക്കെ, നമ്മൾ യു വിനെ ഓവർലാപ്പ് ചെയ്യുന്ന 2 bridges ആയിരിക്കും സിയുടെ എല്ലാ ഔട്ടർ ബ്രിഡ്ജസും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അങ്ങനെ അല്ല എങ്കിൽ ഇഫ് സം ഔട്ടർ ബ്രിഡ്ജ് വേർ എ കെ ബ്രിഡ്ജ് ഫോർ കെ ഗ്രേറ്റർ ദാൻ ഓർ 3 ഓർ എ 2 bridge ദാറ്റ് അവോയ്ഡ് യു വി. ഇനി ഒന്നുകിൽ എന്താണ്? ഒരു കെ ഗ്രേറ്റർ ദാൻ ഓർ 3 ആയിട്ടുള്ള ഒരു കെ ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, അതായത് ഒരു 3 ബ്രിഡ്ജ് അല്ലെങ്കിൽ 4 ബ്രിഡ്ജ് അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഒരു ഔട്ടർ ബ്രിഡ്ജ്. അല്ലെങ്കിൽ എന്താണ്? യു വിനെ അവോയ്ഡ് ചെയ്യുന്ന ഒരു 2 ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, അതായത് യു വിൻ്റെ ഒരു സെഗ്മെൻറ്റിലില്ലാത്ത മറ്റൊരു സെഗ്മെൻറ്റിലുള്ള അവോയ്ഡ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക? ദെൻ ദർ വുഡ് ബി എ സൈക്കിൾ സി ഡാഷ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പുതിയ സൈക്കിൾ ഉണ്ടായിരിക്കും. ദാറ്റ് കണ്ടെയ്നിങ് യു ആൻഡ് വി. ഓക്കെ, നമ്മുടെ ഈ വെർട്ടെക്സ് യുവിനെയും വിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന പുതിയൊരു സൈക്കിൾ സി ഡാഷ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. വിത്ത് മോർ എഡ്ജസ് ഇൻ ഇറ്റ്സ് ഇൻറ്റീരിയർ ദാൻ സി. സീൻ്റെ ഇൻറ്റീരിയർ ഉള്ളതിനേക്കാൾ കൂടുതൽ എഡ്ജസ് ഉള്ളൊരു പുതിയ സൈക്കിൾ സി ഡാഷ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതെന്തല്ല? പോസിബിൾ അല്ല. കാരണം എന്താണ്? സിക്കാണ് ഏറ്റവും കൂടുതൽ ഇൻറ്റീരിയർ എഡ്ജസ് ഉള്ളതെന്ന് നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ സിയെ ചൂസ് ചെയ്തത്. നമ്മളെ സി എന്താണ്? നമ്മളെ സൈക്കിള് ഏറ്റവും കൂടുതൽ മോർ ഇൻറ്റീരിയർ എഡ്ജസ് ഉള്ള രീതിയിലാണ് നമ്മൾ സീനെ ചൂസ് ചെയ്തത്. അപ്പോൾ സീനേക്കാൾ കൂടുതൽ ഇൻറ്റീരിയർ എഡ്ജസ് ഉള്ള ഒരു സൈക്കിൾ സി ഡാഷ് കിട്ടിയാൽ അതെന്താവും? കോൺട്രഡിക്ഷൻ ആവും. ദാറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. ദാറ്റ് ഈസ് കോൺട്രഡിക്ഷൻ ദി ചോയ്സ് ഓഫ് സി. സോ നമ്മൾ സീനെ ചൂസ് ചെയ്ത രീതിയിൽ അത് കോൺട്രഡിക്ഷൻ വരും. ഓക്കെ, സോ അത് നമ്മൾ ഈ ഒരു ഫിഗറിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സൈക്കിൾ സി ഇതാണ്. ഓക്കെ, നമ്മുടെ വേർട്ടെക്സ് ഏതാണ്? യു വി ഇതാണ്. ഓക്കെ, 2 വേർട്ടെക്സ് ഉണ്ട്, യു വി. ഓക്കെ,
ഇനി നമ്മളെ യു വി എന്നുള്ള എഡ്ജ് ഏതാണെന്ന് വിചാരിക്കുക. ഈ ബ്ലൂവിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ യു വി എന്നുള്ള എഡ്ജ് നമ്മൾ വിചാരിക്കുക. ഓക്കെ, ഇതാണ് യു, ഇതാണ് വി. ഓക്കെ, അപ്പോൾ ഈ യു വി ആണ് എന്ത് നമ്മുടെ എഡ്ജ്. ഇനി ആ യു വിനെ അവോയ്ഡ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ആണല്ലോ ഈ ഒരു ബ്രിഡ്ജ്. ഈ ഒരു ബ്രിഡ്ജ് എന്താണ്, യു വി എന്നുള്ള എഡ്ജിനെ അവോയ്ഡ് ചെയ്യുന്ന ബ്രിഡ്ജാണ്. കാരണം എന്താണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഓപ്പോസിറ്റ് സെക്ഷനിലാണ് അതുള്ളത്. ഓക്കെ, ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണല്ലോ ഈ ബ്രിഡ്ജ്. ഓക്കെ, അങ്ങനെ ആയാലും എന്താ സംഭവിക്കുക, അവിടെ ഒരു പുതിയ സൈക്കിൾ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും, സി ഡാഷ്. അതിൽ സിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇൻറ്റീരിയർ എഡ്ജസ് ഉണ്ട്. ഇപ്പോൾ അപ്പോൾ ആ പുതിയ സൈക്കിൾ ഏതാണ്, ഞാൻ പുതിയ സൈക്കിൾ ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നതാ. ഇതാണ് ആ പുതിയ സൈക്കിൾ, കണ്ടില്ലേ. അതായത് ഈ ഒരു എഡ്ജ് മാത്രം ആ സൈക്കിൾ ഉണ്ടായിരിക്കില്ല. അതായത് നമ്മുടെ സൈക്കിൾ ഏതായിരിക്കും, ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇതായിരിക്കും നമ്മുടെ സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു എക്സ്ട്രാ എഡ്ജ് വന്നില്ലേ, ഇൻറ്റീരിയർ എഡ്ജ്. ഇവിടെ ഒരു എക്സ്ട്രാ ഇൻറ്റീരിയർ എഡ്ജ് നമുക്ക് കിട്ടി. പക്ഷേ സിയിൽ ഇതാണ് നമ്മുടെ സി ഡാഷ്. അപ്പോൾ ഈ ഹെവി ഡാർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ റെഡിൽ വരച്ചതാണ് സി ഡാഷ്. ഇനി സി ഏതാണ്, സി ഞാൻ എന്താ ഇവിടെ വരയ്ക്കാം, ഇതാണ് നമ്മുടെ സി, ബ്ലൂവിൽ വരയ്ക്കുന്നതാണ് സി. അപ്പോൾ സി ആണ് ഇത്. അപ്പോൾ സിയിൽ എന്തില്ല, ഇൻറ്റീരിയർ ബ്രിഡ്ജസ് ഇല്ല. പക്ഷേ സി ഡാഷിൽ എന്തുണ്ട്, ഒരു എക്സ്ട്രാ ഇൻറ്റീരിയർ എഡ്ജ് വന്നു. ഏത്, ഇത്. അപ്പോൾ എന്ത് വന്നു, സിയിലുള്ളതിനേക്കാൾ കൂടുതൽ സി ഡാഷിൽ എന്ത് വന്നു, ഇൻറ്റീരിയർ എഡ്ജസ് വന്നു. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. സോ ഔട്ടർ ബ്രിഡ്ജ് എന്തായിരിക്കണം, ഒരു ടു ബ്രിഡ്ജ് ആയിരിക്കണം. അത് യു വിന് എന്ത് ചെയ്യണം, ഓവർലാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഔട്ടർ ബ്രിഡ്ജ് ഈ കേസ് എന്താണ് പറഞ്ഞത്, ഈ കേസ് ഇല്ലുസ്ട്രേറ്റ് ചെയ്തത് എന്താണ്, ഈ കേസിൽ പറഞ്ഞത് എന്താണ്, ഒരു ടു ബ്രിഡ്ജാണ്. ഓക്കെ, ഇവിടെ ഉള്ളത് എന്താണ് നമുക്കറിയാം, എന്താണ് ഈ ഒരു ബ്രിഡ്ജ് എന്താണ്, ഒരു ടു ബ്രിഡ്ജാണ്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, അത് അവോയ്ഡ് ചെയ്യുന്നില്ല, അതായത് ഓവർലാപ്പ് ചെയ്യുന്നില്ല, അവോയ്ഡ് ചെയ്യുന്ന ബ്രിഡ്ജാണ്. ഓക്കെ, ഇതൊരു ടു ബ്രിഡ്ജാണ്. പക്ഷേ എന്താണ് നമുക്ക് പറഞ്ഞെന്താണ്, ഇവിടെ പറഞ്ഞെന്താണ്, ഇവിടെ ഒരു ടു ബ്രിഡ്ജ് ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യും, എഡ്ജ് യു വിനെ ഓവർലാപ്പ് ചെയ്യും. ഇനി ആ ടു ബ്രിഡ്ജ് അവോയ്ഡ് എന്ന കേസാണ് ഈ കേസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് കണ്ടില്ലേ, ഈ ഒരു കേസ് എന്താണ് പറഞ്ഞത്, അവിടെ നമുക്ക് കാണാൻ പറ്റും എന്താണ്, ഇതൊരു ടു ബ്രിഡ്ജാണ്. അതായത് ടു വെർട്ടിസസ് ഓഫ് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ബ്രിഡ്ജാണ്. അത് യു വി എന്നുള്ള എഡ്ജിനെ അവോയ്ഡ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് സെക്ഷൻ ആണുള്ളത്, ഓവർലാപ്പ് ചെയ്യുന്നില്ല. ഈ കേസിൽ എന്താണ് നമ്മൾ കണ്ടു, സി ഡാഷിന് ഒരു എക്സ്ട്രാ ഇൻറ്റീരിയർ എഡ്ജ് ഉണ്ട്. ആ എഡ്ജ് ഏതാണ്, ഇതാണ് സി ഡാഷിൻ്റെ ഒരു എക്സ്ട്രാ ഇൻറ്റീരിയർ എഡ്ജ്. ഓക്കെ, സീനേക്കാൾ കൂടുതൽ ഇൻറ്റീരിയർ എഡ്ജ് ഉണ്ട്, അത് പോസിബിൾ അല്ല. ഇനി ത്രീ ബ്രിഡ്ജ് ആവുന്ന കേസിലോ, ഇതെന്താണ്, ഈ ഒരു ഫിഗറിൽ നമുക്ക് നോക്കാം. ഇത് 3 വേർട്ടിസസ് ഞാനിവിടെ റെഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 3 വേർട്ടിസസ് ഓഫ് അറ്റാച്ച്മെൻ്റ് ആണ്. ഓക്കെ, ഈ ബ്രിഡ്ജിന് 3 വേർട്ടിസസ് ഓഫ് അറ്റാച്ച്മെൻ്റ് ആണ്. ഈ കേസിൽ നമുക്ക് നോക്കാം, ഈ കേസിൽ നമ്മുടെ സി ഡാഷ് എന്നുള്ള സൈക്കിൾ ഏതാണ്, ഞാനിവിടെ ബ്ലൂവിൽ മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ സി ഡാഷ് എന്നുള്ള സൈക്കിൾ. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റുക, ഇവിടെ ഒരു എക്സ്ട്രാ ഒരു എഡ്ജ് ഇൻറ്റീരിയറിലുണ്ട്. ഓക്കെ, ആ സൈക്കിൾ ബ്ലൂ സൈക്കിളിൻ്റെ ഉള്ളിൽ ഒരു എക്സ്ട്രാ ഇൻറ്റീരിയർ എഡ്ജ് ഉണ്ട്. ഓക്കെ, പക്ഷേ നമ്മുടെ സൈക്കിൾ സിയിലോ, നമ്മുടെ സൈക്കിൾ സി ഇതായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ ഇൻറ്റീരിയർ എഡ്ജസ് ഇല്ല. അപ്പോൾ സി ഡാഷിൽ ഒരു എക്സ്ട്രാ ഇൻറ്റീരിയർ എഡ്ജസ് വരും. അത് കോൺട്രഡിക്ഷനാണ്. ആ 2 കേസസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇൻ ഫാക്ട് all outer bridges of C in H must be single edge. അതായത് നമ്മൾ എച്ചിൽ ഉള്ള സി എന്നുള്ള സൈക്കിളിലെ എല്ലാ ഔട്ടർ ബ്രിഡ്ജസ് എന്തായിരിക്കണം, അത് സിംഗിൾ എഡ്ജസ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. ഈ ഔട്ടർ എഡ്ജ്, ഇതാണ് നമ്മൾ ഔട്ടർ എഡ്ജ്. ഇതെന്താണ്, ഇതൊരു സിംഗിൾ എഡ്ജാണ്. അതായത് ഇവിടെ എക്സ്ട്രാ വേർട്ടെക്സ് ഇല്ല, അതായത് ഇങ്ങനത്തെ ബ്രിഡ്ജസ് ഇല്ല. അത് ഉദ്ദേശം എന്താണ്, ഈ ഒരു സൈക്കിളുണ്ട്, അപ്പോൾ അതിലെന്തില്ല, ഇത്തരം ബ്രിഡ്ജസ് ഇല്ല. അതായത് ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു എക്സ്ട്രാ വേർട്ടെക്സ് ഇവിടെ കയറി വന്നു ഈ ബ്രിഡ്ജിൽ. ഓക്കെ, അത്തരം വേർട്ടെക്സ് ഇല്ലാത്ത സിംഗിൾ എഡ്ജസ് ആയിട്ടുള്ള ബ്രിഡ്ജസ് ആയിരിക്കണം നമ്മുടെ ഔട്ടർ ബ്രിഡ്ജസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതാണ് അവിടെ മീൻ ചെയ്തിട്ടുള്ളത്. സോ ഇനി അങ്ങനെ അല്ല എങ്കിൽ, ഒരു സിംഗിൾ എഡ്ജ് അല്ല എങ്കിലുള്ള കേസ് എന്താണ് നമുക്ക് നോക്കാം. ഇഫ് നോട്ട്
നമ്മൾ പറഞ്ഞു ഔട്ടർ ബ്രിഡ്ജ് ഒരു സിംഗിൾ എഡ്ജേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇഫ് നോട്ട്, അങ്ങനെയല്ലെങ്കിൽ ഇഫ് നോട്ട് ദർ എക്സിസ്റ്റ് എ ന്യൂ വേർട്ടെക്സ് ഓർ വേർട്ടെക്സ്, there exists a vertex, just we call it W, on the bridge, on the bridge, okay, on the bridge, then നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് പോയിൻറ്റ്സ് എടുക്കാം എക്സ് വൈ, ദെൻ ദി സെറ്റ് എക്സ് വൈ വിൽ ബി എ ടു വേർട്ടെക്സ് കട്ട്, വിൽ ബി എ ടു വേർട്ടെക്സ് കട്ട്. അതായത് ഇത് മീൻ ചെയ്യുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിള്. ഓക്കെ, നമ്മുടെ സൈക്കിള് ഇതാണ് നമ്മുടെ വേർട്ടെക്സ് യു, ഇതാണ് നമ്മുടെ വേർട്ടെക്സ് വി. ഓക്കെ, നമ്മുടെ രണ്ട് പോയിൻറ്റ്സ് ഉണ്ട് ഇവിടെ, എക്സ് വൈ. നമ്മുടെ ബ്രിഡ്ജ് ഏതാണ്? ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്, എക്സ് വൈ എന്നുള്ളതാണ് നമ്മുടെ ബ്രിഡ്ജ്. ഓക്കെ, ഇനി ഇതിലൊരു എക്സ്ട്രാ വേർട്ടെക്സ് ഉണ്ടെങ്കിൽ, ഇതൊരു സിംഗിൾ എഡ്ജുള്ള ഔട്ടർ ബ്രിഡ്ജാണ്. ഇനി ഇതിലൊരു എക്സ്ട്രാ ഒരു വേർട്ടെക്സ് ഡബ്ല്യു ഉണ്ടെങ്കിൽ, ഓക്കെ, നമുക്കെന്ത് പറയാം, നമ്മുടെ ഈ എക്സ് വൈ എന്നുള്ള സെറ്റ്, ഈ സെറ്റ്, ദാറ്റ് മീൻസ് ഞാൻ ഇവിടെ റെഡിൽ മാർക്ക് ചെയ്യുന്നുണ്ട്, ഈ രണ്ട് വേർട്ടെക്സ് ഈ സെറ്റ് എന്തായിരിക്കും, ഒരു ടു വേർട്ടെക്സ് കട്ടായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് എന്താണ് അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും, ഈ ഡബ്ല്യുവിൻ്റെ ഇങ്ങോട്ടേക്ക് എന്തായിരിക്കും ചിലപ്പോൾ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് വേർട്ടെക്സ് റിമൂവ് ചെയ്താൽ നമുക്കെന്ത് പറയാൻ പറ്റും, ആ രണ്ട് വേർട്ടെക്സ് റിമൂവ് ചെയ്താൽ നമുക്കെന്ത് പറയാം, ഈ ഒരു ഞാൻ ഇവിടെ ബ്ലൂവിൽ വരയ്ക്കാൻ പോകുന്ന ഈ ഒരു എഡ്ജ്, ഈ ഒരു എഡ്ജ് അവിടെ നിന്ന് പോകും. ഓക്കെ, അപ്പോൾ എക്സും വൈയും അവിടെ നിന്ന് റിമൂവ് ചെയ്താൽ, രണ്ട് വേർട്ടെക്സ് എക്സും വൈയും റിമൂവ് ചെയ്താൽ ആ ബ്ലൂ എഡ്ജ് അത് ആ ബ്രിഡ്ജ് അങ്ങ് പോകും. അപ്പോൾ ബ്രിഡ്ജ് പോകുമ്പോൾ ഈ ഒരു പോർഷൻ എന്തായിരിക്കും, അത് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ അവിടെ ഈ ഒരു സൈക്കിൾ ഉണ്ട്, ഈ ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ എന്ത് വരും, അവിടെ ഡിസ്കണക്റ്റഡ് ആവും, ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. സോ നമുക്ക് എന്ത് പറയാം, എക്സും വൈ എന്താണ്, ഒരു വേർട്ടെക്സ് കട്ടാണ്, ടു വേർട്ടെക്സ് കട്ടാണെന്ന് പറയാം. ഓക്കെ, സോ നമുക്കെന്ത് പറയാം, വിൽ ബി എ ടു വേർട്ടെക്സ് കട്ട് ഓഫ് G, but it is a contradiction. Reason എന്താണ്, but it is a contradiction. Reason എന്താണ്, കാരണം എന്താണ് നമുക്കറിയാം, സിൻസ് G is 3 connected, G എന്താണ് 3 connected ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ 3 connected ആണ്, എന്തുണ്ടാവില്ല, കട്ട് വേർട്ടിസസ് ഉണ്ടാവില്ല. ഓക്കെ, സോ നമുക്കെന്ത് പറയാം, അതൊരു കോൺട്രഡിക്ഷൻ ആയിരിക്കും. സോ നമുക്കെന്ത് പറയാം, നമുക്ക് നമ്മൾ ഔട്ടർ ബ്രിഡ്ജ്, ഓക്കെ, സി എന്നുള്ള സൈക്കിളിൻ്റെ ഏത് ഔട്ടർ ബ്രിഡ്ജ് എടുത്താലും അതെന്തായിരിക്കും, മസ്റ്റ് ബി സിംഗിൾ എഡ്ജ്, അതൊരു സിംഗിൾ എഡ്ജ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ അല്ല എങ്കിൽ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടും. ഓക്കെ, സോ നമ്മൾ സീൻ്റെ ഏത് ഔട്ടർ ബ്രിഡ്ജ് എടുത്താലും എന്തായിരിക്കും, അത് സിംഗിൾ എഡ്ജ് ആയിരിക്കും. ഓക്കെ, നമുക്കറിയാവുന്ന ഒരു റിസൾട്ടാണ്, ഒരു തിയറമാണ്, പ്രീവിയസ് തിയറം, ഇന്നർ ബ്രിഡ്ജസ് അവോയ്ഡ് വൺ അനദർ, അല്ലെങ്കിൽ ഔട്ടർ ബ്രിഡ്ജസ് അവോയ്ഡ് വൺ അനദർ. ദാറ്റ് മീൻസ് ദേ ഡോണ്ട് ഓവർലാപ്പ്. ഓക്കെ, സോ നോ ടു ഇന്നർ ബ്രിഡ്ജസ് overlap. Okay, ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്യില്ല, രണ്ട് ഇന്നർ ബ്രിഡ്ജസ് എന്ത് ചെയ്യില്ല, ഓവർലാപ്പ് ചെയ്യില്ല. ഓക്കെ, അതാണ് അവോയ്ഡ് വൺ അനദർ എന്നുള്ളതിൻ്റെ മീനിങ്. ഓക്കെ, therefore some inner bridge skewed to the edge UV must overlap some outer bridge. ഓക്കെ, സോ രണ്ട് ഇന്നർ ബ്രിഡ്ജസ് ഒരിക്കലും എന്തില്ല, ഓവർലാപ്പ് ചെയ്യില്ല. സോ നമുക്ക് എന്ത് പറയാം, സം ഇന്നർ ബ്രിഡ്ജസ് ഈസ് സ്ക്യൂഡ് ടു ദി എഡ്ജ് UV that must overlap
സം ഔട്ടർ ബ്രിഡ്ജ്. അതായത് യു വി എന്നുള്ള എഡ്ജിന് സ്ക്യൂ ആയിട്ടുള്ള ഏതെങ്കിലും ഇന്നർ ബ്രിഡ്ജസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അതെന്തിനെ ഓവർലാപ്പ് ചെയ്യും, ചില ഔട്ടർ ബ്രിഡ്ജസിനെ ഓവർലാപ്പ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഫിഗർ വെച്ചിട്ട് അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സൈക്കിൾ സി ഇതാണ്. ഓക്കെ, നമ്മുടെ വേർട്ടെക്സ് യു വി, ഓക്കെ. ഇനി നമ്മുടെ കയ്യിലൊരു ബ്രിഡ്ജ് ഉണ്ട്. ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് ബി. ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് വൈ. ഓക്കെ, സോ ഇനി സം ഇന്നർ ബ്രിഡ്ജസ് ക്യൂ ടു, ഇവരെന്താ പറഞ്ഞത്, സം ഇന്നർ ബ്രിഡ്ജ് സ്ക്യൂ ടു ദി എഡ്ജ് യു വി മസ്റ്റ് ഓവർലാപ്പ് സം ഔട്ടർ ബ്രിഡ്ജ്. അതായത് എഡ്ജ് യു വിക്ക് സ്ക്യൂ ആയിട്ടുള്ള ഏതെങ്കിലും ഇന്നർ ബ്രിഡ്ജസ്, ഇപ്പോൾ അതാ യു വി എന്നുള്ള എന്താണ് എഡ്ജിന് സ്ക്യൂ ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ് ഞാൻ അവിടെ വരച്ചിട്ടുള്ളത്. റീസൺ എന്താണ്, നമുക്കറിയാം അതിൻ്റെ ഓർഡർ എങ്ങനെയാണ്, ആൾട്ടർനേറ്റ് ഓർഡറാണ്, എക്സ് യു വൈ വി. ഓക്കെ, ഇങ്ങനെ വരുന്ന എന്താണ് ബ്രിഡ്ജസ് നമ്മൾ സ്ക്യൂ ബ്രിഡ്ജ് എന്ന് പറയാം. ഓക്കെ, ഒരു ബ്രിഡ്ജ് നമ്മൾ എടുത്താൽ അതിൻ്റെ വേർട്ടെക്സിൻ്റെ ഓർഡർ നമ്മൾ ചെക്ക് ചെയ്താൽ എക്സ് യു വൈ വി രൂപത്തിൽ, അതായത് ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ബ്രിഡ്ജസ് ആണെങ്കിൽ അതിനെ സ്ക്യൂ ബ്രിഡ്ജസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ബ്രിഡ്ജ്, അപ്പോൾ ഇന്നർ ബ്രിഡ്ജ് എന്തിന് സ്ക്യൂ ആയിരിക്കും, എഡ്ജ് യു വിക്ക് എന്തായിരിക്കും, സ്ക്യൂ ആയിരിക്കും. ഓക്കെ, അത്തരത്തിലുള്ള ഇന്നർ ബ്രിഡ്ജ്, ഓക്കെ, അതെന്തിനെ ഓവർലാപ്പ് ചെയ്യും, ഏതെങ്കിലും ഔട്ടർ ബ്രിഡ്ജിനെ ഓവർലാപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇനി ഈ ഒരു കേസ് അല്ല എങ്കിൽ നമുക്കെന്ത് പറയാം, അതർവൈസ് സം ഇന്നർ ബ്രിഡ്ജ് avoids every outer bridge. ഓക്കെ, അത് ഞാനിവിടെ റെഡിൽ വരച്ച ഈ ഒരു കേസ് അല്ല എങ്കിൽ ഇവിടെ എന്താ പറഞ്ഞത്, എഡ്ജ് യു വിക്ക് സ്ക്യൂ ആയിട്ടുള്ള ചില ഇന്നർ ബ്രിഡ്ജസ് ചില ഔട്ടർ ബ്രിഡ്ജസിന് എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെ നെഗേഷൻ എന്താണ്, ചില ഇന്നർ ബ്രിഡ്ജസ് എല്ലാ ഔട്ടർ ബ്രിഡ്ജസിനും എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യും. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു തിയറം ഉണ്ട്. നമ്മളിപ്പോൾ അവസാനം എന്താ പറഞ്ഞത്, അതർവൈസ് സം ഇന്നർ ബ്രിഡ്ജസ് അവോയ്ഡ് എവറി ഔട്ടർ ബ്രിഡ്ജ്. റീസൺ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ആൻ ഇന്നർ ബ്രിഡ്ജ് ദാറ്റ് അവോയ്ഡ്സ് എവറി ഔട്ടർ ബ്രിഡ്ജ് ഈസ് ട്രാൻസ്ഫറബിൾ. ഒരു ഇന്നർ ബ്രിഡ്ജ് ഉണ്ട്, അത് എല്ലാ ഔട്ടർ ബ്രിഡ്ജിനെയും അവോയ്ഡ് ചെയ്യുന്ന ഒരു ഇന്നർ ബ്രിഡ്ജാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇന്നർ ബ്രിഡ്ജ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ ഔട്ടർ ബ്രിഡ്ജിനെയും അവോയ്ഡ് ചെയ്യുന്ന ഒരു ഇന്നർ ബ്രിഡ്ജ് ആണെങ്കിൽ ആ ഇന്നർ ബ്രിഡ്ജ് ട്രാൻസ്ഫറബിൾ ആവും. ഓക്കെ, അങ്ങനെ ട്രാൻസ്ഫറബിൾ ആയാൽ എന്ത് സംഭവിക്കും, സോ ദെൻ ബൈ തിയറം 9.9 ഓൾ സച്ച് ബ്രിഡ്ജസ് കുഡ് ബി ട്രാൻസ്ഫേർഡ് വൺ ബൈ വൺ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ, അതായത് ഔട്ടർ ബ്രിഡ്ജസിനെ അവോയ്ഡ് ചെയ്യുന്ന ഇന്നർ ബ്രിഡ്ജസിനെ ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ ദി എഡ്ജ് യു വി കുഡ് ബി ഡ്രോൺ ഇൻ ഇൻറ്റീരിയർ സി ടു ഒബ്റ്റെയിൻ എ പ്ലാനാർ എംബഡിങ് ഓഫ് ജി. സോ നമുക്ക് അങ്ങനെ ഓരോന്നിനെ ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, എഡ്ജ് യു വിനെ നമുക്ക് സീൻ്റെ ഇൻറ്റീരിയറിൽ തന്നെ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. സോ നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ഗ്രാഫ് എന്തായിരിക്കും, ഒരു പ്ലാനാർ എംബഡിങ് ആയിരിക്കും. ജി എന്നുള്ള ഗ്രാഫിൻ്റെ ഒരു പ്ലാനാർ എംബഡിങ് ആയിരിക്കും. ഓക്കെ, പക്ഷേ വി നോ ദാറ്റ് സിൻസ് ജി ഈസ് നോൺ പ്ലാനാർ, ജി എന്താണ്, നോൺ പ്ലാനാർ ആണ് നമുക്കറിയാം. ദിസ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, സോ അത് പോസിബിൾ അല്ല. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് therefore there is an inner bridge B that is both skew to UV and skew to some outer bridge XY. സോ ഒക്കെ എന്ത് പറയാൻ പറ്റും, ഒരു ഇന്നർ ബ്രിഡ്ജ് ബി ഉണ്ടായിരിക്കും, അത് യു വി എന്നുള്ള എഡ്ജിനോടും സ്ക്യൂ ആയിരിക്കും, അതേപോലെ XY എന്നുള്ള ഔട്ടർ ബ്രിഡ്ജിനോടും സ്ക്യൂ ആയിട്ടുള്ള ഒരു ഇന്നർ ബ്രിഡ്ജ് ഉണ്ടായിരിക്കും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമുക്കതിൻ്റെ ഫിഗർ വേണമെങ്കിൽ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇതാ നമ്മുടെ കയ്യിലൊരു സൈക്കിള് സി ഉണ്ട്. ഓക്കെ, സൈക്കിള് സി ഉണ്ട്.
ഓക്കെ, രണ്ട് വേർട്ടക്സ് ഉണ്ട്, യു വി. ഓക്കെ, എന്താണ് പിന്നെ സ്ക്യൂ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ട്, ബി. സ്ക്യൂ ബ്രിഡ്ജാണ് ബി, അതായത് ജസ്റ്റ് ഒരു V1 V2. ഓക്കെ, സ്ക്യൂ ആ റീസൺ എന്താണ്, ഇത് ഓൾട്ടർനേറ്റ് ആണ്, അതായത് V1 U V2 V ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള രീതിയിലാണ്, സോ സ്ക്യൂ ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം നമ്മൾ, XY എന്നുള്ളൊരു എക്സ് അവോയ്ഡ് ചെയ്യാൻ പാടില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം, ഓവർലാപ്പ് ചെയ്യണം. സോ XY ഇവിടെ കൊടുക്കാം, ഇവിടെ ഒരു ബ്രിഡ്ജ് വരയ്ക്കാം. ഓക്കെ, സോ ഇതായിരിക്കും നമ്മൾ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു ഫിഗർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ദർ ഇസ് ആൻ ഇന്നർ ബ്രിഡ്ജ് ബി, നമുക്കൊരു ഇന്നർ ബ്രിഡ്ജ് ബി ഉണ്ട്. ഇതാണ് നമ്മുടെ ഇന്നർ ബ്രിഡ്ജ് ബി. ഓക്കെ, ആ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ദാറ്റ് ഈസ് ബോത്ത് സ്ക്യൂ ടു യു വി. അപ്പോൾ അതെന്താണ്, അത് യു വിക്ക് സ്ക്യൂ ആണ്, നമ്മൾ കണ്ടു, ആൾട്ടർനേറ്റ് ആണ് അതിൻ്റെ ഓർഡർ. ഓക്കെ, അതേപോലെ സ്ക്യൂ ടു സം ഔട്ടർ ബ്രിഡ്ജ് XY. ഇപ്പോൾ XYക്ക് എന്താണ്, നമ്മുടെ V1 V2 എന്നുള്ള ബ്രിഡ്ജ് എന്താണ്, സ്ക്യൂ ആണ്. റീസൺ എന്താണ്, നമ്മൾ ഇപ്പോൾ V1 X V2 Y എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എഴുതാൻ പറ്റും, ആ ഓർഡറിലാണെന്നുള്ളത്. അപ്പോൾ അതെന്താണ്, അതും സ്ക്യൂ ആണ്. സോ ബിയും XY എന്നുള്ള എഡ്ജും എന്താണ്, ബി എന്നുള്ള ബ്രിഡ്ജും XY എന്നുള്ള എഡ്ജും എന്താണ്, അത് രണ്ടും എന്താണ്, സ്ക്യൂ ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പോൾ ഇവിടെ ഈ വരച്ച രണ്ട് ബ്ലൂ ബ്രിഡ്ജസ് എന്താണ്, അത് സ്ക്യൂ ആണ്. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് പറയാം, ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ V1 X V2 Y. ഓക്കെ, സോ അതേപോലെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, ഇവിടെ നമുക്ക് എന്ത് പറയാം, ഇപ്പോൾ യു വി എന്നുള്ള എഡ്ജും അതേപോലെ എന്താണ് U1 V2 എന്നുള്ള എഡ്ജും എന്താണ്, അത് രണ്ടും എന്താണ്, സ്ക്യൂ ആണ്. ദാറ്റ് മീൻസ് സ്ക്യൂ ബ്രിഡ്ജ് ആണ്. അതേപോലെ V1 X V2 Y, ഇവിടെ ഈ കേസ് നമുക്ക് എന്ത് പറയാം, V1 V2 എന്നുള്ള ബ്രിഡ്ജും അതുപോലെ XY എന്നുള്ള ബ്രിഡ്ജും എന്താണ്, സ്ക്യൂ ആണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ലാസ്റ്റ് പറഞ്ഞു, therefore there is an inner bridge B that is both skew to UV and skew to some outer bridge XY. സോ ബി എന്നുള്ള ബ്രിഡ്ജിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് ബി. ഓക്കെ, ആ ബ്ലൂവിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ രണ്ട് കേസസ് ഉണ്ടായിരിക്കും, 2 കേസസ്. ഫസ്റ്റ് കേസ് ഏതാണ്, കേസ് 1. കേസ് 1 എന്താണ്, B has one vertex of attachment. B has one vertex of attachment other than U, V, X and Y. ഓക്കെ, അതായത് യു വി എക്സ് വൈ ഈ 4 വേർട്ടക്സിനെ കൂടാതെ മറ്റൊരു വേർട്ടക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഉള്ള കേസ്. ഓക്കെ, ഈ 4 വേർട്ടക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് കൂടാതെ 5ാമത്തെ ഒരു വേർട്ടക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് കൂടെ ബിക്ക് ഉണ്ടാവും. അതാണ് ഒരു കേസ്. രണ്ടാമത്തെ കേസ് എന്താണ്, കേസ് 2. ബി ഹാസ് നോ വേർട്ടക്സ് ഓഫ് attachment other than X, Y, U and V. ഓക്കെ, അതായത് എക്സ് വൈ യു വിനെ കൂടാതെ എന്തില്ല, ബിക്ക് വേർട്ടക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഇല്ല. ഓക്കെ, ഈ 4 വേർട്ടക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അതാണ് സെക്കൻഡ് കേസ്. ഓക്കെ, ഇനി ഇതിൽ ഓരോന്നിലും എന്ത് ചെയ്യും, സബ് കേസസ് ഉണ്ടായിരിക്കും. നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്യാം. സോ നമ്മുടെ ഫിഗർ ഇവിടെ നമ്മളൊന്നുകൂടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫിഗർ നമ്മളൊന്നുകൂടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ. സോ ഇനി നമ്മൾ കേസ് വണ്ണിന് ഇനി സബ് കേസസ് ഉണ്ടായിരിക്കും. ഏതൊക്കെ ആയിരിക്കും നോക്കാം. സബ് കേസസ് ഏതൊക്കെയായിരിക്കും നോക്കാം. സബ് കേസ് 1A. ഓക്കെ, അതായത് 1A എന്നുള്ള സബ് കേസ് എന്താണെന്ന് നോക്കാം. B has a vertex of attachment V2 in CYV. Okay, in CYV. ഓക്കെ. സോ ബി എന്നുള്ള ബ്രിഡ്ജിന്, ഓക്കെ, നമ്മൾ ഈ ഫിഗറിലൊരു ബ്രിഡ്ജ് നിങ്ങൾക്ക് കാണാം. ബി എന്നുള്ള ബ്രിഡ്ജ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിന് ഒരു വെർട്ടെക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് V2 ഉണ്ട്. V2 ആണിത്. ഈ വെർട്ടെക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് V2 ഏതിലുണ്ട്? CYV. നമ്മൾ പറഞ്ഞിട്ടുണ്ട് CYV എന്ന് പറഞ്ഞാൽ എന്താണ്? Y മുതൽ V വരെ ഉള്ളൊരു പാത്താണ്. ഇനി അവിടെ ഓപ്പൺ ബ്രാക്കറ്റാണ്. മീനിങ് എന്താ? CYV എന്നുള്ള ഈ പാത്ത് നിന്ന് ആരെ റിമൂവ് ചെയ്യുക? Y, V എന്നുള്ള ഈ രണ്ട് വെർട്ടെക്സിനെ റിമൂവ് ചെയ്യുക. അതായത് ഫിഗറിൽ നമുക്കത് കാണാൻ പറ്റും. ഫിഗറിൽ ഏതാണെന്ന് നോക്കാം. ഫിഗർ ഇതാണ് YV. ഓക്കെ, ഈ ഒരു എഡ്ജാണ് അവർ നോക്കുന്നത്. ഓക്കെ, ആ എഡ്ജ് വിത്ത് ദാറ്റ് വെർട്ടെക്സ് V2. ഓക്കെ. സോ ബിക്ക് എന്തുണ്ട്? ഒരു വെർട്ടെക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് V2 ഉണ്ട് ഇതിൽ CYV. ഓക്കെ. ഇനി സബ് കേസ് 1B എന്തായിരിക്കും? 1B. സബ് കേസ് 1B. V has no vertex of attachment. Vertex of attachment in CYV. CYVയിൽ എന്തില്ല? ബിക്ക് വെർട്ടെക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഇല്ല. ഓക്കെ. സോ ഈ സബ് കേസ് 1A നമ്മളെന്ത് പറഞ്ഞു? ബിക്ക് ഒരു വെർട്ടെക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് V2 CYVയിലുണ്ട്. ഓക്കെ. ഈ കേസിൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? ഒരു പാത്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇൻ ദിസ് കേസ് ദർ ഇസ് എ V1 V2 പാത്ത് P in B ആൻഡ് ഈസ് ഇൻറ്റേർണലി ഡിസ്ജോയിൻ ഫ്രം C. ഓക്കെ. ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? ബി എന്നുള്ള ബ്രിഡ്ജിൽ ഒരു പാത്ത് V1 V2നെ രണ്ട് വെർട്ടെക്സിനെ കണക്ട് ചെയ്യുന്ന ഒരു പാത്ത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ പാത്ത് ഈ ഫിഗറിലൊന്ന് വരയ്ക്കാം. ഈ V1 ഇതാണ്, V2 ഇതാണ്. ഈ രണ്ട് വെർട്ടെക്സിനെ കണക്ട് ചെയ്യുന്ന ഒരു പാത്ത് ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ പാത്ത്. ഓക്കെ. ഈ ഒരു പാത്ത് P നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അത് V1നെയും V2നെയും കണക്ട് ചെയ്യുന്ന ഒരു പാത്ത് P ആണ്. ബ്രിഡ്ജിലുള്ള ഒരു പാത്ത് P ആണ്. അത് സിന്ന് ഇൻറ്റേർണലി എന്താണ്? ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ളൊരു പാത്താണ്. ഓക്കെ. ബട്ട് ദെൻ C യൂണിയൻ P പ്ലസ് UV, XY is a subdivision of K33 in G. Okay, which is a contradiction. അത് നമുക്കൊന്ന് നോക്കാം എന്താണെന്ന്. സീൻ ഫിഗർ 9.19. നമ്മുടെ 9.19 എന്നുള്ള ഫിഗർ ഇതാണ്. 9.19. ഓക്കെ, നമുക്കെന്താണ് പറഞ്ഞതെന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുക? C യൂണിയൻ P പ്ലസ് UV, XY നമ്മൾ എടുക്കുക. ഓക്കെ, എന്താണ് പറഞ്ഞത്? നമ്മുടെ സൈക്കിൾ C എടുക്കുക, യൂണിയൻ P, ആ പാത്ത് എടുക്കുക. നമ്മളിപ്പോൾ കണ്ട പാത്ത് എടുക്കുക. ഓക്കെ, ഈ സൈക്കിൾ സിൻ്റെയും ഈ പാത്ത് പിൻ്റെ യൂണിയൻ എടുക്കുക. പ്ലസ് അതിൻ്റെ കൂടെ ആരും കൂടെ എടുക്കുക? UV എന്നുള്ള എഡ്ജ്. ഓക്കെ, UV എന്നുള്ള എഡ്ജ്, അതുപോലെ XY എന്നുള്ള ഈ എഡ്ജ്. ഈ രണ്ട് എഡ്ജുള്ള ഈ സെറ്റും കൂടെ എടുക്കുക. ഇതെന്തായിരിക്കും? K33യുടെ ഒരു സബ് ഡിവിഷൻ ആയിരിക്കും. നിങ്ങൾ നോക്കാതാ ഏതാണ്? നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാത്ത് P ഇതാണ്. ഓക്കെ,
നമ്മളെ പാത്ത് പി ഇതാണ്. ഓക്കെ, നമ്മളെ സൈക്കിൾ ഏതാണ്? ഇതാണ് നമ്മുടെ സൈക്കിൾ സി. ഓക്കെ, ഇതാണ് നമ്മുടെ സൈക്കിൾ സി. ഓക്കെ, അതേപോലെ നമ്മളെ പാത്ത് ഏതാണ്? പി. ഇതാണ് നമ്മുടെ പാത്ത് പി. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ എടുക്കുക. പ്ലസ് പിന്നെ യു വി എന്നുള്ള എഡ്ജ്. ഏതാണ് യു വി എന്നുള്ള എഡ്ജ്? ഞാൻ ഗ്രീനിൽ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ യു വി എന്നുള്ള എഡ്ജ്. ഓക്കെ, ഇനി ഇനി എന്താണ് നമ്മുടെ യെല്ലോയിൽ മാർക്ക് ചെയ്യുന്നുണ്ട് എക്സ് വൈ എന്നുള്ള എഡ്ജ്. ഇതെല്ലാം കൂടി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് K33 ഒരു സബ് ഡിവിഷൻ കിട്ടും. നോക്കാം, K33 നമുക്ക് എന്താണെന്ന് അറിയാം. 3 വേർട്ടക്സ് ഉണ്ട്, ഈ രീതിയിലായിരിക്കണം. ഓക്കെ, ഇതിൻ്റെ ഒരു സബ് ഡിവിഷൻ അല്ലേ നമ്മളെ ഇപ്പോഴത്തെ ഈ ഗ്രാഫ് നോക്കൂ. ഈ ഗ്രാഫ് സബ് ഡിവിഷനാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് വേർട്ടക്സ് എടുത്താലും നിങ്ങൾക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും അതിൽ. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഈ ഒരു വേർട്ടക്സ് എടുത്തു, എക്സ് എടുത്താൽ 3 എഡ്ജസ് അതിലേക്ക് വരുന്നുണ്ട്. വി എടുത്താൽ 3 എഡ്ജസ് അതിലേക്ക് വരുന്നുണ്ട്. V2 എടുത്താൽ 3 എഡ്ജസ് അതിലേക്ക് വരുന്നുണ്ട്. Y എടുത്താൽ 3 എഡ്ജസ് വരുന്നുണ്ട്. U എടുത്താൽ 3 എഡ്ജസ്. V1 എടുത്താൽ 3 എഡ്ജസ്. നമുക്ക് എന്ത് പറയാം? ഇവിടെ ടോട്ടൽ 6 വേർട്ടക്സ് ഉണ്ട്. ഓരോന്നിലേക്കും 3 എഡ്ജസ് വീതം വരുന്നുണ്ട്. ഓക്കെ, അതെന്താണ്? 6 വേർട്ടക്സുള്ള ഗ്രാഫ് തന്നെയല്ലേ K33. ഓക്കെ, എല്ലാ വേർട്ടക്സിലേക്കും 3 എഡ്ജസ് വീതം വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇത് K33 ഒരു സബ് ഡിവിഷനാണ്. പക്ഷേ അത് ജിയുടെ ഒരു സബ് ഡിവിഷനാണ്. K33 ജിയിലുള്ള ഒരു സബ് ഡിവിഷനാണ്. പക്ഷേ നമുക്ക് എന്തറിയാം? ജിക്ക് K33 സബ് ഡിവിഷൻ ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായി? അതൊരു കോൺട്രഡിക്ഷനായി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കേസ് 1 സബ് കേസ് 1A എന്താണ്? ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ കേസ് 1B തന്നെ നോക്കാം. ബി ഹാസ് നോ വെർട്ടെക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഇൻ സി ഓഫ് വൈ ബി. അതായത് നമ്മുടെ ഈ ഫിഗറിൽ, ഓക്കെ, നമ്മുടെ ഈ ഫിഗറിൽ നമുക്ക് എന്തില്ല? നമുക്ക് സി ഓഫ് വൈ വി എന്നുള്ളത് ഏതാണ്? ഈ ഒരു എഡ്ജാണ്. ഓക്കെ, ഒരു പാത്താണ്. ഈ പാത്തിൽ എന്തില്ല? V2 എന്നുള്ള വെർട്ടെക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്ത കേസാണ് ഇത്, കേസ് 1B. ഓക്കെ, സബ് കേസ്. ആ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഒരു പ്രീവിയസ് ആയിട്ടുള്ളൊരു തിയറം നമ്മളൊന്ന് നോക്കി വെക്കാം. ആ തിയറം ഇതാണ്. തിയറം പറയുന്നതാണ്, ഇഫ് എ ബ്രിഡ്ജ് ബി ഹാസ് 3 വേർട്ടിസസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് V1, V2, V3, then there exists a vertex V0 in V of B minus V of C and 3 paths P1, P2 and P3 in B joining V0 to V1, V2 and V3, okay, respectively, such that for I not equal j, Pi and Pj have only the vertex V0 in common. അതായത് ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഇതൊരു സൈക്കിളാണ്. ഈ ഒരു സൈക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി അതിലൊരു ബ്രിഡ്ജിന് 3 വേർട്ടിസസ് ഓഫ് അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? V1, V2, V3 എന്താണ്? ഈ സൈക്കിളിലുള്ള 3 വേർട്ടിസസ് ഓഫ് അറ്റാച്ച്മെൻറ്റ്സ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പുതിയ വേർട്ടെക്സ് V0 ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എവിടെ? V of B മൈനസ് V of C. ഓക്കെ, ആ ബ്രിഡ്ജിൻ്റെ സെറ്റിൽ നിന്ന്, വേർട്ടെക്സിൻ്റെ സെറ്റിൽ നിന്ന് സൈക്കിളിൻ്റെ വേർട്ടെക്സിൻ്റെ സെറ്റ് റിമൂവ് ചെയ്യാം. ആ സെറ്റിൽ നമുക്കൊരു V0 എന്നുള്ള ഒരു വേർട്ടെക്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതായത് ബ്രിഡ്ജിലുള്ളതും സൈക്കിൾ ഇല്ലാത്തതുമായിട്ടുള്ളൊരു വേർട്ടെക്സ് V0 നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, V0 എന്നുള്ളൊരു വേർട്ടെക്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഒരു കണ്ടീഷൻ ഉണ്ട്. അതേപോലെ 3 പാത്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. P1, P2, P3 എന്നുള്ള 3 പാത്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. കണ്ടീഷൻ ഉണ്ട്. ഈ V0 V1നോടും V2നോടും V3നോടും കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അതായത് ഈ V0 എന്നുള്ള ഈ പുതിയ വേർട്ടെക്സ് V1നോടും V2നോടും V3നോടും കണക്റ്റഡ് ആയിരിക്കും. അതേപോലെ നമുക്ക് ഏത് പാത്ത് എടുത്താലും അതിൽ ഏത് പാത്തിലും കോമൺ ആയിട്ടുള്ള ഒരേ ഒരു വേർട്ടെക്സ് ഏതായിരിക്കും? V0 ആയിരിക്കും. അത്തരമൊരു പുതിയ വേർട്ടെക്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു തിയറം പറയുന്നത്. ഈ ഒരു തിയറം നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഈ ഒരു തിയറം നമുക്ക് സെക്കൻഡ് കേസിൽ കേസ് 1ൻ്റെ ബിയിൽ നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി കേസ് 1B നമുക്ക് നോക്കാം. ബി ഹാസ് നോ വെർട്ടെക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഇൻ സി ഓഫ് വൈ ബി. ഓക്കെ, സോ കേസ് 1B ആണ്. ബി ഹാസ് നോ വെർട്ടെക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഇൻ സി ഓഫ് വൈ ബി. ഓക്കെ, അതായത് നമ്മൾ ഈ കേസിൽ ഈ V2 എന്നുള്ള വെർട്ടെക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഇവിടെ എല്ലാം നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ,
ആ ഫിഗർ ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ. സിൻസ് ബി ഈസ് ക്യൂ ടു യു വി ആൻഡ് ടു എക്സ് വൈ, നമുക്കറിയാം നമ്മുടെ ബ്രിഡ്ജ് ബി എന്തിന് സ്ക്യൂ ആണ്? യു വി നോടും എക്സ് വൈ നോടും സ്ക്യൂ ആണ്, ഓൾട്ടർനേറ്റിംഗ് ആണ്. അതിൻ്റെ വേർട്ടക്സിൻ്റെ സെറ്റ് എടുത്താൽ അത് ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് വരും. നമ്മൾ നോക്കാതാ ബി എന്നുള്ള ബ്രിഡ്ജ്, ഇതാണ് നമ്മുടെ ബി എന്നുള്ള ബ്രിഡ്ജ്. ഓക്കെ. ഈ ബ്രിഡ്ജിൽ ഞാൻ ഈ റെഡിൽ മാർക്ക് ചെയ്തതാണ് നമ്മുടെ ബ്രിഡ്ജ്. ഇതിൽ എന്താ നമ്മൾ ഇപ്പോൾ യു V1 V2. ഓക്കെ. യു V1 V2 ഓൾട്ടർനേറ്റിംഗ് ആയിട്ടാണ് എന്താണ് രണ്ട് ഇതിലുള്ളതും ഓൾട്ടർനേറ്റിംഗ് ആയിട്ടാണ് വരുന്നത് വേർട്ടക്സിൻ്റെ സെറ്റ്. അതേപോലെ എന്താണ് അപ്പോൾ ഈ ബ്രിഡ്ജ് V1 V2 അതായത് ബി എന്നുള്ള ബ്രിഡ്ജ് യു വിനോട് സ്ക്യൂ ആയിട്ടാണ് വരുന്നത്. ഇനി V1 V2 എന്നുള്ളത് എക്സ് വൈനോട് ഓൾട്ടർനേറ്റിംഗ് ആണ്, സ്ക്യൂ ആണ്. കാരണം എന്താ നമ്മൾ എടുത്താൽ നമ്മൾ V1 X V2 Y ആ ഒരു ഓർഡറിലാണ് നമ്മളെ എന്ത് വരുന്നത് വേർട്ടക്സ് വരുന്നത്. ഓക്കെ. സോ നമുക്കെന്ത് പറയാം, അത് സ്ക്യൂ ആണ്. ഓക്കെ. അതായത് V1 ആദ്യം V1 പിന്നെ എക്സ് പിന്നെ എന്താണ് പിന്നെ നമ്മൾ V2 പിന്നെ Y. ഓക്കെ. നമുക്കെന്ത് പറയാം, നമ്മളെ ബ്രിഡ്ജ് ബി എന്തിന് സ്ക്യൂ ആണ്? യു വിനോടും എക്സ് വൈനോടും എന്താണ് സ്ക്യൂ ആണ്. ഓക്കെ. രണ്ട് എഡ്ജിനോടും സ്ക്യൂ ആണ്. സോ ബി മസ്റ്റ് ഹാവ് വേർട്ടിസസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് V2 ഇൻ സി ഓഫ് യു വൈ. ഓക്കെ. സോ ബിക്ക് എന്തുണ്ടായിരിക്കണം? സി ഓഫ് യു വൈയിൽ V2 എന്നുള്ളൊരു വേർട്ടിസസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ. സ്ക്യൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ബിക്ക് എന്തുണ്ടായിരിക്കണം? വേർട്ടിസസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കണം. അവിടെ സി ഓഫ് യു വൈ. സി ഓഫ് യു വൈ എന്ന് പറയുമ്പോൾ യുവിനെയും വൈനെയും കണക്ട് ചെയ്യുന്ന എഡ്ജിൽ, ഇവിടെ യുവിനെയും വിനെയും കണക്ട് ചെയ്യുന്ന ഈ എഡ്ജിൽ ഇത്രയും പോർഷനിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? അവിടെ പുതിയൊരു വേർട്ടക്സ് എന്തുണ്ടായിരിക്കണം? V3 ഉണ്ടായിരിക്കണം. ഓക്കെ. V3 ഉണ്ടായിരിക്കണം. ഓക്കെ. ഓക്കെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ എന്തില്ല, വേർട്ടക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ യു വൈയിൽ V3 എന്നുള്ള വേർട്ടക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് V2 എന്നുള്ള V2 ആണ്. V2 എന്നുള്ളൊരു വേർട്ടക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ. ആൻഡ് അതേപോലെ നമുക്ക് എന്ത് പറയാം, ആൻഡ് V3 ഇൻ സി ഓഫ് വി എക്സ്. സി ഓഫ് വി എക്സിൽ എന്തുണ്ടായിരിക്കും? V3 ഉണ്ടായിരിക്കും. സി ഓഫ് വി എക്സ് ഏതാണ്? സി ഓഫ് വി എക്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ സി ഓഫ് വി എക്സ്. അവിടെ എന്തുണ്ടായിരിക്കും? V3 എന്നുള്ളൊരു വേർട്ടക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി ഓൾറെഡി V1 അവിടെ ഉണ്ട്, V1 ഇവിടെ ഉണ്ട്. സോ നമുക്ക് എന്ത് കിട്ടി? 3 വേർട്ടക്സ് കിട്ടി, V1 V2 V3. ഓക്കെ. സോ ദസ് വി ഹാസ് 3 വേർട്ടിസസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് V1 V2 ആൻഡ് V3. ഓക്കെ. സോ നമുക്ക് ബി എന്നുള്ള ബ്രിഡ്ജിന് 3 വേർട്ടിസസ് ഓഫ് അറ്റാച്ച്മെൻറ്റ്സ് നമുക്ക് കിട്ടി. ഏതൊക്കെയാണ്? V1 ഉണ്ട്, V2 ഉണ്ട്, V3 ഉണ്ട്. സോ ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് പ്രീവിയസ് തിയറം വെച്ചിട്ട് എന്ത് പറയാം, അവിടെ 3 പാത്സ് P1 P2 P3 ഉണ്ടായിരിക്കും. അതുപോലെ ഒരു കോമൺ വേർട്ടക്സ് V0 ഉണ്ടായിരിക്കും. ഓക്കെ. ഓക്കെ. ഈ തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ദർ എക്സിസ്റ്റ് എ വേർട്ടക്സ് ദെൻ ബൈ പ്രീവിയസ് തിയറം ദർ എക്സിസ്റ്റ് എ വേർട്ടക്സ് V0 ഇൻ V of V മൈനസ് C of C. പുതിയൊരു വേർട്ടക്സ് V0 നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ 3 പാത്സ് P1 P2 ആൻഡ് P3 ഇൻ B. അതേപോലെ ബ്രിഡ്ജസിൽ 3 പാത്സ് P1 P2 P3 ഫൈൻഡ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ജോയിനിങ് V0 to V1 V2 ആൻഡ് V3. V0 ഉം V1 ഉം ജോയിൻ്റ് ആയിരിക്കും, V0 ഉം V2 ഉം ജോയിൻ്റ് ആയിരിക്കും, V0 ഉം V3 ജോയിൻ്റ് ആയിരിക്കും. ഓക്കെ. അതേപോലെ സച്ച് ദാറ്റ് ഫോർ I not equal J, Pi and Pj have only the vertex V0 in common. P1 P2 P3 എന്നുള്ള ഏത് പാത്ത് എടുത്താലും നമുക്ക് ഏത് ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 പാത്ത് എടുത്താലും അതിൽ കോമൺ ആയിട്ട് ഒരേ ഒരു വേർട്ടക്സ് V0 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത്തരം ഒരു കോമൺ വേർട്ടക്സ് V0 ഉം 3 പാത്സും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. സോ നിങ്ങൾക്ക് കാണാം എന്ത്, പുതിയ 2 വേർട്ടക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ്സ്. ഇവിടെ ഒരു വേർട്ടക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് കാണാം, ഇവിടെ ഒരു വേർട്ടക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് കാണാം. ഓക്കെ. യു വൈ എന്നുള്ള പോർഷനിൽ എന്നുള്ള ഈ പോർഷനിൽ നമുക്ക് എന്ത് കാണാം, V2 എന്നുള്ള വേർട്ടക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് കാണാം. അതേപോലെ എക്സ് വി എന്നുള്ള ഈ ഒരു
പാത്തിൽ നമുക്ക് എന്ത് കാണാം, V3 എന്നുള്ളൊരു വെർട്ടെക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് കാണാം. ഇതേതിൻ്റെയാണ്, ഇതാ നമ്മളെ ഈ ബ്രിഡ്ജാണ് ഡാർക്കിൽ കൊടുത്തിട്ടുള്ളത്, നമ്മളെ ബ്രിഡ്ജാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് നമുക്ക് 3 പാസ് ഉണ്ട്. P1 എന്നുള്ള പാത്ത് ഇതാണ്, P2 എന്നുള്ള പാത്ത് ഇതാണ്, P3 എന്നുള്ള ഒരു പാത്ത് ഇതാണ്. ഓക്കെ, അത് P1 V1നെയും നമ്മുടെ V0 അപ്പം എന്തായിരിക്കും, ഇതായിരിക്കും നമ്മുടെ V0. ഓക്കെ, നമ്മുടെ V0ന് ഈ വെർട്ടെക്സ് ആണ് V0. ഇതിനെ ഞാൻ അവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. സോ V0ഉം V1ഉം തമ്മിൽ P2 വഴി കണക്റ്റഡ് ആണ്. ഓക്കെ, അതേപോലെ V0ഉം V1ഉം തമ്മിൽ P1 വഴി കണക്റ്റഡ് ആണ്. V0ഉം V3ഉം തമ്മിൽ P3 വഴി കണക്റ്റഡ് ആണ്. ഓക്കെ, സോ നമുക്ക് 3 പാസ് കിട്ടി. ഓക്കെ, സോ ഈ തിയറം സാറ്റിസ്ഫൈ. സോ നമുക്ക് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇങ്ങനൊരു ഒരു വെർട്ടെക്സ് V0 ഉണ്ട്, അതേപോലെ 3 പാത്സ് ഉണ്ട്, കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാം. ബട്ട് നൗ C യൂണിയൻ P1 യൂണിയൻ P2 യൂണിയൻ P3 പ്ലസ് UVXY കണ്ടെയ്ൻസ് എ സബ് ഡിവിഷൻ ഓഫ് K33 വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. നമ്മൾ എന്ത് ചെയ്യുക, സിൻ്റെയും P1 P2 P3 ഈ 3 പാസിൻ്റെയും യൂണിയൻ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ്, സൈക്കിളിൻ്റെയും സി എന്നുള്ള സൈക്കിൾ ഏതാണ് നമ്മുടെ സൈക്കിൾ, ഇതാണ് നമ്മുടെ സൈക്കിള്. P2 ഇതാണ്, P1 ഇതാണ്, P3 ഇതാണ്, UV എന്നുള്ള എഡ്ജ് ഇതാണ്, XY എന്നുള്ളത് ഇതാണ്. അപ്പോൾ ഈ ഹെവി ആയിട്ടുള്ള എല്ലാ എഡ്ജസും നമ്മൾ ഈ ഗ്രാഫിലുള്ള ഈ ഫിഗറുള്ള എല്ലാ ഹെവി ആയിട്ടുള്ള എഡ്ജസും നമ്മൾ എടുത്താൽ അതെന്താണ്, അത് K33യുടെ ഒരു സബ് ഡിവിഷനായിട്ട് വരും. ഓക്കെ, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. കാരണം എന്താ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗ്രാഫിന് എന്തില്ല, K33ൻ്റെ സബ് ഡിവിഷൻ ഇല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. സോ ആ ഫിഗർ നോക്കുക. ദിസ് കേസ് ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ഇൻ ഫിഗർ 9.20. ദി സബ് ഡിവിഷൻ ഓഫ് K33 ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദി ഹെവി ലൈൻസ്. ഈ ഗ്രാഫിലെ ഹെവി ലൈൻസ് ഡാർക്ക് എഡ്ജസ് ആയിട്ട് കൊടുത്തത് എന്താണ്, ഡാർക്ക് ലൈൻസ് ആയിട്ട് കൊടുത്തത് അതിലെ K33യുടെ സബ് ഡിവിഷനാണ്. ഓക്കെ, നിങ്ങൾ ഏത് വേർട്ടെക്സ് തമ്മിൽ നോക്കിയാൽ ഏത് വേർട്ടെക്സ് എടുത്താലും അതിലേക്ക് 3 എഡ്ജസ് ഇൻസിഡൻ്റ് ആയിട്ട് വരുന്നത് കാണാം. ഓക്കെ, സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേസ് 2 ആണ്. കേസ് 2ന് മുന്നേ നമുക്കൊരു ഒരു റിസൾട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ് U, X, V and Y in that cyclic order. Okay, be 4 distinct vertices of attachments of a bridge B to a cycle C in a plane graph. നമ്മുടെ കയ്യിലൊരു പ്ലെയിൻ ഗ്രാഫ് G ഉണ്ട്. ആ ജിയിലുള്ളൊരു സൈക്കിളാണ് C. ഓക്കെ, ആ സൈക്കിളിലേക്കുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, ആ സൈക്കിളിലേക്കുള്ള ഒരു ബ്രിഡ്ജ് B ഉണ്ട്. അതിൻ്റെ 4 വേർട്ടിസസ് ഓഫ് അറ്റാച്ച്മെൻറ്റ്സ് ആണ് ഇത് U, X, V, Y. ആ ഒരു ഓർഡറിലാണുള്ളത്, സൈക്ലിക് ഓർഡറിലാണുള്ളത്. U, X, V, Y എന്നുള്ള 4 വേർട്ടിസസ് ഓഫ് അറ്റാച്ച്മെൻറ്റുള്ള ഒരു സിയിലേക്കുള്ള ഒരു ബ്രിഡ്ജാണ് B. ഓക്കെ, ദെൻ ദർ ഈസ് എ UV പാത്ത് P ആൻഡ് ആൻ XY പാത്ത് Q ഇൻ B സച്ച് ദാറ്റ് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും, ബിയിലെ 2 പാർട്സ് Pയും Qയും ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു UV പാത്ത് അതിന് നമ്മൾ ജസ്റ്റ് P എന്ന് വിളിക്കാം, അതേപോലെ ഒരു XY പാത്തിനെ നമ്മൾ ജസ്റ്റ് Q എന്ന് വിളിക്കാം. അങ്ങനെ 2 പാർട്സ് Pയും Qയും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്, P ആൻഡ് Q ആർ ഇൻറ്റേർണലി ഡിസ്ജോയിൻറ്റ് ഫ്രം C. Pയും Qയും സിന്ന് ഇൻറ്റേർണലി ഡിസ്ജോയിൻ്റ് ആയിരിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, മോഡുലസ് ഓഫ് ദാറ്റ് മീൻസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ V of P ഇൻ്റർസെക്ഷൻ V of Q ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അത് Pയിലും Qയിലുള്ള ഈ 2 പാസിലുള്ള നമ്പർ ഓഫ് വേർട്ടെക്സിൽ കോമൺ ആയിട്ടുള്ള വേർട്ടെക്സ് എടുക്കുക. ഓക്കെ, അതായത് Pയിലും Qയിലും ഉള്ള വേർട്ടെക്സ് അതിൽ കോമൺ ആയിട്ടുള്ള വേർട്ടെക്സ് ആയിരിക്കുന്നത് V of P ഇൻ്റർസെക്ഷൻ V of Qയിലുണ്ടായിരിക്കുക. അതിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അതായത് 2 പാർട്സിലുള്ള വേർട്ടിസസിൻ്റെ എണ്ണം അറ്റ്ലീസ്റ്റ് 1 എങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ഒരു റിസൾട്ട് നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, സോ നമുക്ക് കേസ് 2 ഡിസ്കസ് ചെയ്യാം. കേസ് 2 നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു, B ഹാസ് നോ വേർട്ടെക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് അതർ ദാൻ UV, X ആൻഡ് Y. അതായത് UV, X, Yനെ കൂടാതെ വേറൊരു വേർട്ടെക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റും എന്തിനില്ല, Bക്കില്ല. ഓക്കെ, ഈ കേസിൽ നമുക്ക് നോക്കാം എന്താണെന്ന്. സിൻസ് B ഈസ് സ്ക്യൂ ടു ബോത്ത് UV ആൻഡ് XY. നമുക്കറിയാം B ബ്രിഡ്ജ് എന്തിന് സ്ക്യൂ ആണ്, UVക്കും XYക്കും, ഈ 2 എഡ്ജിനും സ്ക്യൂ ആണ്. ഇറ്റ് ഫോളോസ് ദാറ്റ് UV, X ആൻഡ് Y
മസ്റ്റ് ഓൾ ബി വേർട്ടിസസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓഫ് ബി. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? യു വി, അതായത് യു വി എന്നുള്ള എഡ്ജിനും എക്സ് വൈ എന്നുള്ള എഡ്ജിനും ബി എന്നുള്ള ബ്രിഡ്ജസ് ക്യൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 4 വെർട്ടെക്സ് യു വി എക്സ് വൈ, ഈ 4 വെർട്ടെക്സ് എന്തായിരിക്കും? ബിയുടെ വേർട്ടിസസ് ഓഫ് അറ്റാച്ച്മെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, നമ്മൾ നോക്കാം. ദെയർഫോർ ബൈ എബോവ് റിസൾട്ട്, നമ്മളിതാ ഈ ഒരു റിസൾട്ട് പറഞ്ഞല്ലോ, ഈ ഒരു റിസൾട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാം. സോ ബൈ എബോവ് റിസൾട്ട് ദർ എക്സിസ്റ്റ് എ യു വി പാത്ത് പി. സോ എന്താണ് ഇതാ റിസൾട്ടിൽ എന്താ പറയുന്നത്? യു എക്സ് വി വൈ എന്നുള്ള 4 ഡിസ്റ്റിങ്ക്റ്റ് വേർട്ടിസസ് ഓഫ് അറ്റാച്ച്മെൻറ്റ്സ് ബ്രിഡ്ജ് ബിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 2 പാത്ത്സ് പിയും ക്യൂവും ഫൈൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമുക്ക് എന്തുണ്ട്? യു വി എക്സ് വൈ എന്നുള്ള 4 വേർട്ടിസസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? 2 പാത്ത്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ദർ എക്സിസ്റ്റ് എ യു വി പാത്ത് പി ആൻഡ് an xy path q in B such that first condition P and Q are internally disjoint from C. P and Q C ന്ന് internally disjoint ആയിരിക്കും. ആൻഡ് V modulus of V of P intersection V of Q is always greater than or equal to 1. ഓക്കെ, സോ റിസൾട്ടിൽ പറഞ്ഞതുപോലെ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 പാസ് പിയും ക്യൂവും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 സബ് കേസസ് വരും. We consider 2 sub cases depending on whether P and Q have one or more vertices in common. ഓക്കെ, പിക്കും ക്യൂക്കും ഒന്നിലധികമോ കോമൺ വേർട്ടെക്സ് ഉള്ളതിനനുസരിച്ച് 2 കേസസ് അവിടെ വരും. ഏതൊക്കെയാണ് കേസസ് എന്ന് നോക്കാം. ഇനി കേസ് 2 നോക്കാം, അതായത് കേസ് 2ൻ്റെ സബ് കേസ്. ഓക്കെ, സോ നമുക്കിതാ ഈ ഫിഗറിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഇതാ നമ്മൾ അവിടെ കേസ് 2 പറഞ്ഞതുപോലെ എന്തുണ്ട്? 2 പാത്ത്സ്, ഒരു പാത്ത് പി ഉണ്ട്, അതേപോലെ മറ്റൊരു പാത്ത് ഇതാ ക്യൂ എന്നുള്ള പാത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിനെയും വൈനെയും കണക്ട് ചെയ്യുന്ന ഒരു പാത്ത് ക്യൂ ഉണ്ട്, അതേപോലെ യുവിനെയും വിനെയും കണക്ട് ചെയ്യുന്ന പാത്ത് പി നമുക്ക് ഫൈൻഡ് ചെയ്തു. ഓക്കെ, ബൈ കേസ് 2. ഓക്കെ, ഇനി നമ്മൾ നോക്കുക, നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇതിൽ കോമൺ ആയിട്ട് ഒരു വേർട്ടെക്സ് മാത്രമേ ഉള്ളൂ. ഈ 2 പാത്തിലും, അതായത് പി എന്നുള്ള പാത്തിലും ക്യൂ എന്നുള്ള പാത്തിലും കോമൺ ആയിട്ട് ഒരു വേർട്ടെക്സ് മാത്രമേ ഉള്ളൂ. ഞാൻ അതിനെ ഗ്രീനിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? കേസ് 2 പറഞ്ഞതുപോലെ എക്സ് വൈനെയും യു വിനെ കണക്ട് ചെയ്യുന്ന ഒരു പി എന്നുള്ളൊരു പാത്തും എക്സ് വൈനെ കണക്ട് ചെയ്യുന്ന എന്താണ് ക്യൂ എന്നുള്ളൊരു പാത്തും നമ്മൾ ഫൈൻഡ് ചെയ്തു. ഓക്കെ, 2 പാത്ത്സ് ഉണ്ട്. ഓക്കെ, അത് രണ്ടും എന്താണ്? സി എന്നുള്ള സൈക്കിളിന് ഇൻറ്റേർണലി ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള പാത്ത്സ് ആണ്. ഓക്കെ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? മോഡുലസ് ഓഫ് വി ഓഫ് പി ഇൻ്റർസെക്ഷൻ വി ഓഫ് ക്യൂ ഈക്വൽ ടു 1 ആയിരിക്കും. കാരണം എന്താ? വി ഓഫ് പിയിലും വി ഓഫ് ക്യൂവിലും, അതായത് 2 പാത്തിലുള്ള കോമൺ ആയിട്ടുള്ള വേർട്ടെക്സ് ഏതാണ്? ഞാനിവിടെ മാർക്ക് ചെയ്ത് ഗ്രീനിലുള്ള വേർട്ടെക്സ് ആണ്. അപ്പോൾ അതിൻ്റെ എണ്ണം എത്രയാണ്? 1 ആണ്. സോ അതാണ് ഇവിടെ പറഞ്ഞത്, വി ഓഫ് പി ഇൻ്റർസെക്ഷൻ വി ഓഫ് ക്യൂവിൻ്റെ എണ്ണം എത്രയാണ്? 1 ആണ്. ഓക്കെ, സോ ഇൻ ദിസ് കേസ് സി യൂണിയൻ പി യൂണിയൻ ക്യൂ പ്ലസ് യു വി കോമ എക്സ് വൈ ഈസ് എ സബ് ഡിവിഷൻ ഓഫ് K5 in G. സോ നമ്മൾ എന്ത് ചെയ്യുക? ആ സി യൂണിയൻ പി യൂണിയൻ ക്യൂ എന്തായിരിക്കും? നമ്മുടെ സൈക്കിൾ ഇതാണ് നമ്മുടെ സി എന്നുള്ള സൈക്കിള്. ഓക്കെ, സൈക്കിൾ സി ഇതാണ് സി യൂണിയൻ. ഇനി പി ഏതാണ്? പി ഇതാണ് പി. ഓക്കെ, അതിനെ റെഡിൽ മാർക്ക് ചെയ്യാം. ഇതാണ് പി. പിന്നെ ക്യൂ ഏതാണ്? ക്യൂ. അപ്പോൾ സി യൂണിയൻ പി യൂണിയൻ ക്യൂ ആയി. പിന്നെ ഏതായി? പിന്നെ പ്ലസ് അതിൻ്റെ കൂടെ യു വി, പിന്നെ അതിൻ്റെ കൂടെ എക്സ് വൈ. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഈസ് എ സബ് ഡിവിഷൻ ഓഫ് K5 in G. ഇത് K5ൻ്റെ ജിയിലുള്ളൊരു സബ് ഡിവിഷനാണ്. പക്ഷേ നമുക്കറിയാം എന്ത്? ജിയിൽ K5 എന്തില്ല? സബ് ഡിവിഷൻ ഇല്ല നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. അഗെയിൻ എ കോൺട്രഡിക്ഷൻ. നമുക്ക് എന്ത് കിട്ടി? ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് കേസ്, അതായത് കേസ് 2ലെ സബ് കേസ് നോക്കാം. ഈ കേസിൽ 2 പാത്ത് എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. സൈക്കിൾ സിന്ന് ഇൻറ്റേർണലി ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള 2 പാത്ത്സ് പിയും ക്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞു. ഇനി ആ പാത്ത്സിൻ്റെ കോമൺ ആയിട്ടുള്ള വേർട്ടെക്സിൻ്റെ എണ്ണം മോർ ദാൻ 2 അല്ലെങ്കിൽ 2 ഓർ മോർ ദാൻ 2 ആണെങ്കിലുള്ള കേസ് നോക്കാം. സോ നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ പി ആൻഡ് ക്യൂ, ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് വി ഓഫ് പി ഇൻ്റർസെക്ഷൻ വി ഓഫ് ക്യൂ എന്ന് പറയുമ്പോൾ പി ക്യൂ ഈ 2 പാത്തിലുള്ള കോമൺ ആയിട്ടുള്ള വേർട്ടെക്സ് എടുക്കുക. അതിൻ്റെ എണ്ണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആകുമ്പോൾ കേസ് നോക്കാം. ഓക്കെ,
ആ കേസ് ആകുമ്പോൾ എന്താണെന്ന് നോക്കാം. ലെറ്റ് യു ഡാഷ് ആൻഡ് വി ഡാഷ് ബി ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വേർട്ടിസസ് ഓഫ് പി ഓൺ ക്യൂ ആൻഡ് ലെറ്റ് P1 ആൻഡ് P2 ഡിനോട്ട് ദി യു ഡാഷ് ആൻഡ് വി ഡാഷ് സെക്ഷൻസ് ഓഫ് പി. നമ്മൾ നോക്കാം നമ്മുടെ സൈക്കിൾ ഏതാണ്, നമ്മുടെ സൈക്കിൾ ഇതാണ് നമ്മുടെ സൈക്കിള്. ഓക്കെ, അതുപോലെ എക്സ് വൈനെ ഈ രണ്ട് വേർട്ടക്സിനെ എക്സിനെയും വൈനെയും ജോയിൻ ചെയ്യുന്ന ഏതാണ് പാത്താണ് ഈ ക്യൂ. ഓക്കെ, അത് നമ്മൾ നോട്ട് ചെയ്യാം. ഇനി നമ്മൾ തൊട്ട് മുമ്പത്തെ ഫിഗറിലുണ്ടായിരുന്ന പാത്ത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ നോക്കാം, ഇവിടെ എക്സിനെയും വൈനെയും കണക്ട് ചെയ്യുന്ന പാത്താണ് ഏത് ക്യൂ, സൈക്കിൾ സി ഉണ്ട്. നമ്മളിവിടെ നോക്കിയാൽ അറിയാം നമ്മൾ യുവിനെയും വിനെയും കണക്ട് ചെയ്യുന്ന ഒരു പാത്ത് പി ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ കേസിൽ അവിടെ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ പാത്ത് പി ഉള്ളത്. നോക്കാം, നമ്മൾ യുന്ന് സ്റ്റാർട്ട് ചെയ്യാം, യു ഡാഷിലെത്തി, യു ഡാഷിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വി ഡാഷിലെത്തി, വി ഡാഷിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്ത് ചെയ്തു വിയിലെത്തി. അപ്പോൾ ഈ ബ്ലൂവിൽ മാർക്ക് ചെയ്തതാണ് നമ്മുടെ പാത്ത് പി. ഓക്കെ, നമ്മുടെ പാത്ത് പി ഏതാണ്, യു ഡാഷ് വി ഡാഷ് വി, ഇതാണ് നമ്മുടെ പാത്ത് പി. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യുക, ആ പാത്തിൻ്റെ രണ്ട് സെഗ്മെൻറ്റ്സ് ആണ് ഏത്, രണ്ട് സെക്ഷൻസ് ആണ് ഏത്, P1 P2. സോ P1 എന്നുള്ള ഏതാണ്, പി എന്നുള്ള പാത്തിൻ്റെ ഒരു സെക്ഷനാണ് ഏതാണ് യു ഡാഷ്. ഓക്കെ, യു ഡാഷ് എന്നുള്ളത് നമ്മുടെ പി എന്നുള്ള പാത്തിൻ്റെ ഒരു സെക്ഷനാണ്. ഓക്കെ, അത് നമ്മൾ ഓർത്ത് വെക്കുക. സോ നമ്മുടെ പി എന്നുള്ള പാത്ത് ആ ബ്ലൂ ലൈനിൽ നിങ്ങൾ നോക്കുക, അതിലൊരു സെക്ഷനാണ് പിയുടെ ഒരു സെക്ഷനാണ് P1. യു ഡാഷിനെ കണക്ട് ചെയ്യുന്ന ഒരു സെക്ഷൻ ഇതാണ് നമ്മുടെ P1 എന്നുള്ള സെക്ഷൻ. അതേപോലെ P2 എന്നുള്ളൊരു സെക്ഷൻ നിങ്ങൾക്ക് കാണാം, വി ഡാഷിനെയും വിനെയും കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളെ P2 എന്നുള്ള സെക്ഷൻ ഏതാണ്, വി ഡാഷ് വി. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കുക, യു ഡാഷ് എന്നുള്ളത് ഓക്കെ ക്യൂലേക്കുള്ള, യു ഡാഷ് എന്നുള്ളത് ക്യൂലേക്കുള്ള എന്താണ് ഫസ്റ്റ് വേർട്ടക്സ് ആണ്. ഓക്കെ, പി എന്നുള്ള പാത്തിൻ്റെ നമ്മൾ പി എന്നുള്ള പാത്ത് എടുക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് വേർട്ടക്സ് ഏതാണ്, ക്യൂലേക്കുള്ള യു ഡാഷ് ആണ്. ലാസ്റ്റ് വേർട്ടക്സ് ആണോ ഏതാണ്, വി ഡാഷ് ആണ്. ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നോക്കാം. ദെൻ സി യൂണിയൻ P1 യൂണിയൻ P2 യൂണിയൻ Q പ്ലസ് UV, XY contains a subdivision of K33 in G. ഓക്കെ, നമ്മൾ നോക്കാം. നമ്മൾ നോക്കാം ഏതൊക്കെയാണ്, സി ഇതാണ് സി, ഇതാണ് നമ്മുടെ സി എന്നുള്ള സൈക്കിള്. ദിസ് യൂണിയൻ P1 എന്നുള്ള പാത്ത് ഏതാണ്, ഇതാണ് നമ്മുടെ P1 യൂണിയൻ P2 എന്നുള്ള ഏതാണ് ഇത് P2. പിന്നെ യൂണിയൻ Q എന്ന് പറയുമ്പോൾ ഈ ഒരു പാത്ത്. ഓക്കെ, പ്ലസ് അതിൻ്റെ കൂടെ ആരുണ്ട്, യു വി എന്ന് പറയുമ്പോൾ ഇത് യു വി. പിന്നെ XY എന്ന് പറയുമ്പോൾ ഇത്. സോ നമുക്ക് എന്ത് കിട്ടി, ഇതിലെ ഹെവി ആയിട്ടുള്ള എല്ലാ എഡ്ജസും അതിൽ വന്നു. ഓക്കെ, മൊത്തം എഡ്ജസ് ഇതിൽ വന്നു. ഈ ഒരു ഗ്രാഫ് ഇതെന്തായിരിക്കും, ഇതിൽ എന്ത് കണ്ടന്റ് ആയിരിക്കും, ഇതിൽ K33യുടെ ഒരു സബ് ഡിവിഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ഗ്രാഫിൽ എന്തുണ്ടായിരിക്കും, ഇത് K33യുടെ സബ് ഡിവിഷൻ അല്ല, ഇതിൽ K33യുടെ ഒരു സബ് ഡിവിഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ജിയിൽ ജിക്ക് എന്തില്ല, സബ് ഡിവിഷൻ ഇല്ല, K33ൻ്റെ സബ് ഡിവിഷൻ ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വൺസ് മോർ വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. ഓക്കെ, സോ നമ്മൾ കേസ് 1ലും കേസ് 2ലും സബ് കേസസിലൊക്കെ നമ്മൾ എന്താണ് കണ്ടത്, എല്ലാത്തിലും പ്രൂഫ് കോൺട്രഡിക്ഷനിലേക്കാണ് എത്തുന്നത്. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നായിരുന്നു, പ്രൂഫ് ബൈ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ വഴി ആയിരുന്നു. ഓക്കെ, സോ ദസ് ഓൾ ദി പോസിബിൾ കേസസ് ലീഡ് ടു കോൺട്രഡിക്ഷൻ ആൻഡ് ദി പ്രൂഫ് ഈസ് കംപ്ലീറ്റ്.